ഉണ്ടോ? ഹലോ, ഇന്ന് നിമിഷം തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ. ക്ലാസ്സിൽ സാറൊന്നും വന്നിട്ടില്ലല്ലോ. സാർ ഇന്നലെ ചെയ്യാന്നാ പറഞ്ഞത്. ഇന്ന് സാർ വന്നിട്ടില്ല. ഓക്കെ ഓക്കെ, എന്നാ നമുക്കിന്നാ തുടങ്ങാം. ബാക്കിയുള്ളവര് ജോയിൻ ചെയ്തോളായിരിക്കും അല്ലേ? ചെയ്തോളായിരിക്കും. അപ്പൊ ഇന്ന് ഞാൻ റീസണിങ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നു. റീസണിങ് ടോപ്പിക്, റീസണിങ് എബിലിറ്റി. നമ്മളെ പ്രിലിമിനറി എക്സാമിന് 3 വിഷയമുള്ളതാണ്. അതിലൊന്ന് റീസണിങ് എബിലിറ്റി ആണ്, പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ഇംഗ്ലീഷും ആണ്. അതിൽ ആദ്യം റീസണിങ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ റീസണിങ്ങിന് 35 മാർക്കാണ്. നമ്മുടെ ഇന്നലെ പറഞ്ഞല്ലോ, 35 ക്വസ്റ്റ്യൻസും 35 മാർക്കും. 20 മിനിറ്റ് ആണ് ഇതിന് സമയം ഉള്ളത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്കാണ്. അതിലെ സിലബസ് ആണ് ഞാൻ പറയുന്നത്. നമുക്ക് ആ സിലബസ് ടോപ്പിക് മാത്രം ഡിസ്കസ് ചെയ്താൽ മതിയല്ലോ, വേറെ അങ്ങനെ പോകണ്ടല്ലോ. അപ്പൊ അതിന്റെ സിലബസ് ഞാനൊന്ന് പറയാം. എല്ലാരും കേൾക്കുന്നില്ലേ? എന്തുണ്ട് ഇങ്ങോട്ട് പറയാട്ടോ, പറയണേ ഇങ്ങോട്ട്. എല്ലാവരും മനസ്സിലാക്കില്ലേലും എന്താന്ന് വെച്ചാലും എല്ലാവർക്കും പറയാം. കേൾക്കുന്നുണ്ട്. അപ്പൊ സിലബസ് ആണ്. നോട്ട് ചെയ്യുന്നവർ നോട്ട് ചെയ്തോളൂ, അല്ലെങ്കിൽ സിലബസിന്റെ ലിങ്ക് അങ്ങ് വേണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. ഇപ്പൊ ഞാൻ എന്തായാലും പറയുന്നുണ്ട് സിലബസ്. അപ്പം ഇതില് റീസണിങ്ങിൽ വരുന്നത് ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് ഉണ്ടാവും. പിന്നെ സിലോജിസം. ഇൻഇക്വാലിറ്റിയില് കഴിഞ്ഞ പ്രാവശ്യം ഓരോ എക്സാമിന് വരുന്നത് 3 to 5 വരെ, 3 to 5 ക്വസ്റ്റ്യൻസ് ആണ് വരാറ്. അതിൽ ഓരോ മാർക്ക്, അപ്പൊ 5 മാർക്ക് വീതം സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ഇൻഇക്വാലിറ്റി. പിന്നെ സിലോജിസം എന്ന് പറയുന്നൊരു ടോപ്പിക് ഉണ്ട്. അതും 3 to 5 ക്വസ്റ്റ്യൻസ് ആണ് അതിൽ നിന്ന്, ആ ഭാഗത്തുനിന്ന് വരാറുള്ളത്. അടുത്തത് പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്. അത് ആ പസിൽസും സീറ്റിംഗ് അറേഞ്ച് ആ ബേസിൽ ചെയ്തിട്ട് 10 to 15 ക്വസ്റ്റ്യൻസ്, ചിലപ്പോൾ 10 ആവാം 15 ആവാം. ഓരോ പസിൽസ് 2-3 എണ്ണം വരാറുണ്ട് ഓരോ വിധത്തിൽ. അപ്പൊ അങ്ങനെ 10 to 15 ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. പിന്നെ അടുത്ത വരുന്നത് ആൽഫ ന്യൂമറിക് സീരീസ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. അത് നമ്പർ സീരീസും ആൽഫബറ്റ് സീരീസും. അതിൽ 5 ക്വസ്റ്റ്യൻസ് ആണ് വരാറ്. പിന്നെന്ന് പറയുന്നത് ആൽഫബറ്റ് കോഡിംഗ്, അതിൽ നിന്നും 5 ക്വസ്റ്റ്യൻസ്. അടുത്തത് കോഡിംഗ് ഡീകോഡിംഗ്, അടുത്ത ഒരു ടോപ്പിക് കോഡിംഗ് ഡീകോഡിംഗ് ആണ്. അതിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ ഓർഡർ ആൻഡ് റാങ്കിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതിൽ നിന്നും 5 ക്വസ്റ്റ്യൻസ്. പിന്നെ ഡയറക്ഷൻ സെൻസ് 2 to 4 അങ്ങനെ ക്വസ്റ്റ്യൻസ് ആണ്. ചിലപ്പോൾ 2 ആവാം 4 ആവാം, അങ്ങനെയാണ് വരാറ്. വേറെ ഉള്ളത് ബ്ലഡ് റിലേഷനിൽ 3 to 5 ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പൊ ഓരോ മാർക്കായതിനെ കൊണ്ട് മാർക്കും അത് തന്നെ ആയിരിക്കും. 5 മാർക്ക് വീതമാണ് അധികം ഉള്ളത്. അത് ഇടയ്ക്കിടയ്ക്ക് മാറി ചിലപ്പോ വരാറുണ്ട്. ഇങ്ങനെ ഇത്രയാണ് ആ റീസണിങ് എബിലിറ്റിയിൽ വരുന്ന കാറ്റഗറീസ്. ഇതൊക്കെയാണ് ടോപ്പിക്സ്. ഇതില് പിന്നെ കേൾക്കുന്നില്ലേ അല്ലെ? മനസ്സിലാവുന്നില്ലേ എല്ലാവർക്കും? കേൾക്കുന്നുണ്ട്. ഇതില് ഇൻഇക്വാലിറ്റി, സിലോജിസം, ബ്ലഡ് റിലേഷൻ, പിന്നെ ഡിസ്റ്റൻസ് ആൻഡ് ഡയറക്ഷൻ, ആൽഫ ന്യൂമറിക് സീരീസ്, ഇതൊക്കെ കുറച്ച് നമുക്ക് എല്ലാത്തിനും കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പൊ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് വേഗം തന്നെ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വേഗം തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ടൈം കൺസ്യൂം ചെയ്യാം, വേഗം ചെയ്യാം നമുക്ക്. അപ്പൊ ഇതില് പസിൽസ് ഒക്കെയാണ് കുറച്ച് ടൈം എടുക്കുന്ന പിന്നെ ഭാഗം എന്ന് പറയുന്നത്. പസിൽസ് കുറച്ച് നമുക്ക് ഇങ്ങനെ പാരഗ്രാഫ് ആയിട്ട് തരും. എന്നിട്ട് അത് വായിച്ചു നോക്കി അതിൽ നമ്മൾ എഴുതിയെടുത്ത് അങ്ങനെ നോക്കിയിട്ട് ഒക്കെ ചെയ്യേണ്ടതാണിത്. പിന്നെ പസിൽസ് ഒക്കെ അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഇൻഇക്വാലിറ്റി, സിലോജിസം എന്നൊക്കെ പറയുന്ന കുറച്ച് ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ
ചെയ്തു തുടങ്ങിയിട്ട് പസിൽസ് കുറച്ച് കഴിഞ്ഞ് വേഗം ക്യാച്ച് പസിൽസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ എത്രയും ടൈം നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ 2019 പിന്നെ റീസണിങ്ങിലൊക്കെ 14 പോയിന്റ്, അതായത് 35-ൽ 14 മാർക്കൊക്കെ വന്നിട്ടുണ്ട് കട്ട് ഓഫ് മാർക്ക് കേട്ടോ 35-ൽ. അതായത് മാക്സിമം ആണത്. ഇപ്പൊ നമ്മളിപ്പോ ഇത് മാക്സിമം ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ ആണ് ശ്രമിക്കേണ്ടത്. 35-ൽ ഒരു 20-30 നമ്മൾ നല്ല ഷുവറായിട്ട് ചെയ്യാൻ ആവണം. എന്നുവെച്ചാൽ പിന്നെ ഓരോ സെക്ഷനിലെ കട്ട് ഓഫ് നമ്മൾ പാസ്സായാലും ഓവറോൾ കട്ട് ഓഫ് കൂടി ഉണ്ട്. അപ്പൊ അതിനും ഒരു മാക്സിമം മാർക്ക് വേണം. കട്ട് ഓഫ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പൊ അതിനോട് എത്തുന്ന തരത്തിലാവണം എത്തേണ്ടത്. വെറും സെക്ഷൻ മാത്രം നമ്മൾ പാസ്സായ പോരാ, ഓവറോൾ കട്ട് ഓഫ് കൂടി നമുക്ക് നമ്മൾ എത്തണം. അപ്പൊ ആദ്യമായിട്ട് ഞാൻ സിലോജിസ് ആണ് തുടങ്ങാന്ന് വിചാരിക്കുന്നത്. സിലോജിസം എല്ലാവർക്കും അറിയാമോ? എന്താ സിലോജിസം എന്ന് അവർക്ക് ഐഡിയ ഉണ്ടോ? സംതിങ് റിലേറ്റഡ് ടു ലോജിക്കൽ, ലോജിക്കുമായി ബന്ധപ്പെട്ട സാധനമല്ലേ സിലോജിസം? അതെ അതെ. സിലോജിസം ഒരു സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ സ്റ്റേറ്റ്മെന്റ് തരും. അതിൽ നമ്മൾ നോക്കി അതെ കൺക്ലൂഷൻ നോക്കിയിട്ട് അതിൽ ഫോളോ ചെയ്യുന്നു ഇല്ലയോ എന്ന് പറയുന്നതാണ് സിലോജിസം എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ സിലോജിസം പറയാം, ആരെങ്കിലും തീരെ അറിയാത്തവരാണോ കൂടുതലുള്ളത്? എന്നുവെച്ചാൽ ഇതില് ഡയഗ്രാംസ് ഒക്കെ വരയ്ക്കേണ്ടൊക്കെ ഉണ്ട്. എനിക്ക് എങ്ങനെയാ പറഞ്ഞു തരണ്ടേന്ന് ഒരു ഐഡിയ ഇപ്പൊ എങ്ങനെയാണ് ഞാൻ പറഞ്ഞാല് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുന്ന ഡയഗ്രാംസ് എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് പൊതുവെ ഗ്രാഫ് അങ്ങനത്തെ സാധനങ്ങള് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് നമ്മൾ മുമ്പേ മാത്സിലായാലും അങ്ങനെ തന്നെയാണ്. അത് അത്തരം ക്വസ്റ്റ്യൻസ് ഒഴിവാക്കുമല്ലേ ചെയ്യാം സാധാരണ. പക്ഷെ സിലോജിസ് ഒഴിവാക്കാൻ പറ്റൂല. കാരണം സിലോജിസ് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് സ്റ്റേറ്റ്മെന്റ് വെറും ഡയഗ്രാം എപ്പോഴും വരയ്ക്കണമെന്നില്ല. എന്നാലും ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമോന്ന് പറ്റുമോന്ന് ശ്രമിച്ചു നോക്കണം. ഡയഗ്രാം വരക്കുന്നത് അത് കുറച്ചും കൂടി അത് ആൾക്കാർക്ക് കുറച്ചും കൂടി വേഗം മനസ്സിലാക്കാൻ വേണ്ടിട്ടല്ലേ ഡയഗ്രാം വെച്ച്. അതെ അതെ അതെ, വേഗം തന്നെ ചെയ്യാൻ പറ്റുന്ന കൊണ്ടാണ് അങ്ങനെ ഒരു വെൻ ഡയഗ്രാം എന്നാണ് അതിന് പറയാ അത് വരയ്ക്കുന്നത്. ഞാൻ എന്തായാലും അതിനെ കുറിച്ച് പറയാം, എന്നിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ നോക്കൂട്ടോ. അപ്പൊ സിലോജിസം എന്ന് പറയുന്നത് ഇപ്പൊ 2 അതിലധികമോ സ്റ്റേറ്റ്മെന്റ് തരികയും അതിന് ബേസ് ചെയ്ത് കൺക്ലൂഷൻ തരും നമുക്ക്. എന്നിട്ട് അതിൽ നിന്ന് ആ കൺക്ലൂഷനിൽ നിന്ന് അക്കോർഡിംഗ് ടു ആ സ്റ്റേറ്റ്മെന്റ് അത് കൺക്ലൂഷൻ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഫോളോ ചെയ്യുന്നതും ഉണ്ടാവും അല്ലാത്തതും ഏതാണ് അങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് സിലോജിസം എന്ന് പറയുന്നത്. അതായത് അതില് സിലോജിസം തന്നെ 4 ടൈപ്സ് ഉണ്ട്. സ്റ്റേറ്റ്മെന്റ്, ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് തരുന്നത് 4 ടൈപ്സ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതില് ആദ്യത്തേത് യൂണിവേഴ്സൽ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. അതായത് പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും അത്. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, ഓൾ എ ആർ ബി, അങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് തരിക. ഇതില് ഓൾ കാറ്റ്സ് ആർ ഡോഗ്സ്, എല്ലാ കാറ്റ്സും ഡോഗ്സ് ആണ്. ഇത് റിയാലിറ്റി ആയിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് സ്റ്റേറ്റ്മെന്റ് മാത്രം. ഇപ്പോൾ പല വിധത്തിലുണ്ടാവും സ്റ്റേറ്റ്മെന്റ്. അത് നമ്മൾ വേറെ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. വെറും സ്റ്റേറ്റ്മെന്റും കൺക്ലൂഷനും മാത്രം നോക്കിയാൽ മതി. അപ്പോ ഓൾ കാറ്റ്സ് ആർ ഡോഗ് എന്ന് പറയുമ്പോൾ എല്ലാ കാറ്റും ഡോഗ് ആണ്. ഓൾ ഇപ്പൊ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ യൂണിവേഴ്സിലെ എല്ലാ കാറ്റ്സും ഡോഗ് ആണ്. അതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അതാണ് യൂണിവേഴ്സൽ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതായത് 100 കാറ്റ്സ് ഈസ് ഈക്വൽ ടു 100 ഡോഗ് ഉള്ളത്. അപ്പൊ അതായത് 100 കാറ്റാണ് മൊത്തം ഉള്ളതെങ്കിൽ അതെല്ലാം ഡോഗ് ആണ് എന്നാണ് ഈ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണേ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതാണ് ഒരു യൂണിവേഴ്സൽ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിനെ പറ്റിയുള്ള ഒന്നാമത്തത്. രണ്ടാമത്തത് എന്ന് പറയുന്നത്
പെർട്ടിക്കുലർ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. നോട്ട് ചെയ്യുന്നവർ നോട്ട് ചെയ്തു. ഇതൊന്നും കാര്യമില്ല, എന്നാലും ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ചെയ്തു തുടങ്ങുമ്പോഴാണ് ഓൾ കാറ്റ്സ് അതിന്റെ സ്റ്റേറ്റ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഫസ്റ്റ് കണക്ട് ചെയ്യുന്നതാണ് ഇത് പറയുന്നത് കേട്ടോ. നോട്ട് ചെയ്യുന്ന അവര് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓ സോറി ഓക്കെ ആയിക്കോട്ടെ. ഓക്കെ. അപ്പം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വരുന്നത് പെർട്ടിക്കുലർ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതിൽ വരുന്നത് ഓൾ, ഇപ്പം ആദ്യത്തേത് യൂണിവേഴ്സൽ പോസിറ്റീവ്, അതിൽ ഓൾ ASR B എന്നായിരുന്നു. ഇതിൽ എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ, അത് മൊത്തം വേണ്ട, ഓൾ വേണ്ട, അല്ലാണ്ട് അതിൽ കുറച്ച് പെർട്ടിക്കുലർ ആയിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ആ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്. അതായത് സം ASR B, സം കാറ്റ്സ് ആർ ഡോഗ്സ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ്. അതില് പിന്നെ ഇപ്പം 100 കാറ്റ്സിൽ 50 കാറ്റ്സ് ആവാം, സം കാറ്റ്സ് അത് എത്ര വേണേ ആവാം, സം കാറ്റ്സ് ഡോഗ് ആണ്. അത് നമുക്ക് ഇപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് തരുമ്പോൾ ഇപ്പൊ സം കാറ്റ്സ് ആർ ഡോഗ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അത് എത്ര എന്താന്നൊന്നും ഇല്ല. നമ്മൾ എന്ത് സ്റ്റേറ്റ്മെന്റ് തരും നേരായ വഴിക്ക് മാത്രം, നമുക്കത് എന്താ അതങ്ങനെ ആയിരിക്കുന്ന എസ്യൂം ഒരിക്കലും ചെയ്യാൻ പാടില്ല. നേരെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ മാത്രമേ പാടുള്ളൂ. സം ASR B എന്നുള്ളത് അതിങ്ങനെ A few ASR B അതൊക്കെ ഓരോതാണ്, സമ്മിൽ വരുന്ന തന്നെ കേട്ടോ. A few, many ഇതൊക്കെ ഇങ്ങനെ തന്നെ സം ASR B എന്നുള്ള കാറ്റഗറിയിൽ വരുന്ന തന്നെയാണ്. അതാണ് പെർട്ടിക്കുലർ. ഇതും പോസിറ്റീവ് ആണ്, എല്ലാം ആണ് എന്നുള്ള പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി അടുത്ത വരുന്നതാണ് യൂണിവേഴ്സൽ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്. അതായത് ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ വരുന്നത്. അതായത് യൂണിവേഴ്സൽ നമ്മൾ നേരത്തെ ഓൾ എന്നുള്ള അതാണ് എടുത്തത്. അപ്പോൾ ഈ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റിൽ വരുന്നത് നോ AR B, അതായത് നോ കാറ്റ്സ് ആർ ഡോഗ്സ്, അതോ ഒരു കാറ്റും ഡോഗ് അല്ല, അങ്ങനെയാണ്. അപ്പൊ നെഗറ്റീവ്, ഫുൾ നെഗറ്റീവ് ആണത്. നോ അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നതാണ് ഇതിൽ. നോ, അതായത് നൺ ഓഫ് ദി കാറ്റ്സ് ആർ ഡോഗ്, അതായത് നെഗറ്റീവ് മീനിങ് ആണ് അവിടെ വരുന്നത്. അപ്പൊ അത് തിരിച്ചും ബി നോ എന്ന് പറയുമ്പോൾ നോ കാറ്റ്സ് ആർ ഡോഗ് എന്ന് പറഞ്ഞാൽ രണ്ടാളും തമ്മിൽ കണക്ഷൻ ഇല്ല. അത് തിരിച്ചും നോ ഡോഗ്സ് ആർ കാറ്റ്സ് എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെ. ഇനി നാലാമത്തത് വരുന്നത് പെർട്ടിക്കുലർ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഇത് സം ASR നോട്ട് B, അതാണ് അതിന്റെ പിന്നെ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. പിന്നെ A few AR not B, all AR not B, ഇങ്ങനെയൊക്കെ സ്റ്റേറ്റ്മെന്റ് വരാറുണ്ട് ഈ ടൈപ്പിൽ. ഞാൻ ഒന്നുകൂടി പറയാം. സം AR not B, A few AR not B, all AR not B, എല്ലാം നെഗറ്റീവ് ആണ് സ്റ്റേറ്റ്മെന്റ് വരുന്നത്. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു പിന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറയാനുള്ളത്. ഇതില് ഇതിപ്പോ നമ്മള് ഓരോ ഇനി എക്സാമ്പിൾ പറഞ്ഞാല് മനസ്സിലാവും. നോക്കാം, എക്സാമ്പിൾ പറയട്ടെ ഞാൻ ഓരോന്ന് ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെ. വെൻ ഡയഗ്രത്തിനെ കുറിച്ച് ഒന്ന് ഞാൻ പറയട്ടെ, ക്യാച്ച് ചെയ്യാൻ പറ്റുമോന്ന് നോക്കുവോ? അത് വരക്കേണ്ടതല്ലേ, അതിപ്പം പറഞ്ഞത് കൊണ്ട് വലിയ കാര്യമുണ്ടോന്ന് അറിയില്ല. അങ്ങനെ സർക്കിൾ വരയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ, അങ്ങനെ മനസ്സിലാക്കാൻ. അതെ, വരച്ച് ചെയ്യേണ്ടതായോണ്ട് പറയുമ്പോ പെട്ടെന്ന് മനസ്സിലാവുമോ എന്നുള്ളത് അറിയില്ല. അതാണ് ആ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു ഇത് മനസ്സിലാക്കിയിട്ട് മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കത് ശരിയാണ്, വരച്ചു വെച്ച എളുപ്പത്തിൽ നമുക്ക് സിമ്പിളായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ അത് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അങ്ങനെ വരക്കാൻ എന്തായാലും ഞാൻ എക്സാമ്പിൾ പറയാം, എന്നിട്ട് നോക്കാം നമുക്ക്. ഓക്കെ, അതിൽ തന്നെ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇത് തന്നെ ഒരു എക്സാമ്പിൾ. ഓൾ കാറ്റ്സ് ആർ റാറ്റ്സ്, നേരത്തെ പറഞ്ഞ പോലെ ഓൾ കാറ്റ്സ് ആർ റാറ്റ്സ്, എല്ലാ കാറ്റും റാറ്റ്സ് ആണ്. അതാണ് സ്റ്റേറ്റ്മെന്റിൽ വരുന്നത്. ഇതിന്റെ കൺക്ലൂഷൻ വരുന്നത്, രണ്ട് കൺക്ലൂഷൻ ഇവിടെ വരുന്നത്.
അതായത് സം കാറ്റ്സ് ആർ റാറ്റ്സ്. ഈ സ്റ്റേറ്റ്മെന്റ് ഓൾ കാറ്റ്സ് ആർ റേറ്റ്സ് എന്ന് പറയുന്നത് മെയിൻ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതിൽ വരുന്ന കൺക്ലൂഷൻ ഒന്ന് സം കാറ്റ്സ് ആർ റാറ്റ്സ്. അതിൽ കുറച്ച് കാറ്റ് റാറ്റ്സ് ആണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു കൺക്ലൂഷൻ വരുന്നത് സം റാറ്റ്സ് ആർ കാറ്റ്സ്. തിരിച്ചു സം റാറ്റ്സ് കാറ്റ്സ് ആണ് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഓൾ കാറ്റ് എല്ലാ കാറ്റും റാറ്റ്സിൽ ഇപ്പൊ 100 കാറ്റും 100 റാറ്റ്സ് ആണെന്നാണ് ഇവിടെ ഒരു എക്സാമ്പിൾ എടുക്കാം നമുക്ക്. അപ്പൊ അങ്ങനെയാകുമ്പോൾ അതിൽ സം കാറ്റ്സ് അതിലൊരു 50 കാറ്റ്സ് റാറ്റ്സ് ആണ് എന്ന് പറയുന്നു. 50. അപ്പൊ അത് എല്ലാ ഇപ്പൊ 100 കാറ്റും റാറ്റ്സ് ആവുമ്പോ 50 കാറ്റ് അതിനുള്ളിലുള്ള 50 കാറ്റും റാറ്റ് ആയിരിക്കില്ലേ? അത് ട്രൂ ആയിരിക്കില്ലേ? അതിൽ അതെ. അപ്പൊ അങ്ങനെയാ ആ ഫസ്റ്റ് കൺക്ലൂഷൻ അപ്പൊ നമുക്ക് ട്രൂ ആണ് എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ സം റാറ്റ്സ് ആർ കാറ്റ്സ്, അതായത് കുറച്ച് റാറ്റ്സ് കാറ്റ്സ് ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ എന്തായാലും പിന്നെ അത് തിരിച്ചും ഇങ്ങോട്ടും എന്തായാലും ഈ 100ൽ ഉൾപ്പെടുന്ന കുറച്ച് ഭാഗം എന്തായാലും റാറ്റ് കാറ്റ്സ് ആയിരിക്കല്ലോ അല്ലേ? തിരിച്ചും അങ്ങനെ തന്നെ വരില്ലേ? അപ്പൊ ഓള് വരുമ്പോ ഓൾ കാറ്റ്സ് ആർ റാറ്റ്സ് എന്ന് പറയുമ്പോൾ അത് ശരിയായി പറയുമ്പോൾ നമ്മൾ ഓൾ റാറ്റ്സ് അതേ സ്റ്റേറ്റ്മെന്റിൽ ഓൾ റാറ്റ്സ് ആർ കാറ്റ്സ് എന്ന് പറയുമ്പോൾ അത് തെറ്റാണ് കേട്ടോ. അതായത് എല്ലാ റാറ്റും ഒരിക്കലും ഫുള്ളായിട്ട് കാറ്റ് എന്ന് നമ്മൾ എടുക്കാൻ പാടില്ല. തിരിച്ച് അത് കാറ്റ് മാത്രമേ റാറ്റ് എന്ന് പറഞ്ഞുള്ളൂ. മാഡം പറഞ്ഞ രീതിയിൽ ഇപ്പൊ നേരെ തിരിച്ചാണ് വെച്ചിട്ട് പറയുന്നെങ്കിൽ അത് തെറ്റായിരിക്കും ആ സ്റ്റേറ്റ്മെന്റ്. അതെ അത് തെറ്റായിരിക്കും. അതെ. പക്ഷെ സം എന്ന് പറയുമ്പോ കുറച്ചേ അതിൽ പറയുന്നുള്ളൂ. എത്ര എണ്ണ എന്തായാലും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ സം എന്ന് പറയുമ്പോ. അതുകൊണ്ടാണ് തിരിച്ചും അത് ട്രൂ ആയിരിക്കുന്നത്. ഇനി വേറെ ഒന്ന് പറയാം. ഒരു സംശയം ഞാൻ ജസ്റ്റ്, അതായത് ഓൾ കാറ്റ്സ് ആർ റാറ്റ്സ് എന്നുള്ള അങ്ങനെ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റിന്റെ കൺക്ലൂഷൻ ഒരിക്കലും ഓൾ റാറ്റ്സ് ആർ കാറ്റ് എന്ന് വരില്ല, അതല്ലേ പറഞ്ഞത്? അഥവാ അതെ, അത് നമ്മൾ ഇപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ഓൾ കാറ്റ്സ് ആർ റാറ്റ്സ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നമുക്ക് മനസ്സിലാക്കാം. ഓൾ റാറ്റ്സ് കാറ്റ്സ് എന്നുള്ള മീനിങ് ആയി വരുന്നില്ല. അതായത് കൺക്ലൂഷനിൽ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഫോൾസ് ആയിരിക്കും. സം റാറ്റ്സ് ആർ കാറ്റ് മേ ബി അങ്ങനെ പറയാൻ പറ്റും അല്ലെ? സം റാറ്റ്സ് ആർ കാറ്റ് എന്ന് പറയാം. അത് പറയും, അത് അതിൽ ഉൾപ്പെടുന്നതാണ്. അതായത് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താ? ഓൾ കാറ്റ്സ് ആർ റാറ്റ്സ് ആണ്, എല്ലാ കാറ്റ്സും. അതിൽ സം ഉൾപ്പെട്ടാണെങ്കിൽ നമുക്ക് അത് ട്രൂ ആണെന്ന് പറയാമല്ലോ. പിന്നെ ഒരു രണ്ടാമത്തെ ഒന്നുകൂടി പറയാം. അതുപോലെ തന്നെ സം ഫ്ലവേഴ്സ് ആർ പെൻ, ഇതൊരു ഫ്ലവറിന്റെയാണ്. പിന്നെ സം ഫ്ലവേഴ്സ് ആർ പെൻ എന്ന് പറയുന്നുണ്ട്. പിന്നെ അതാണ് ഒരു സ്റ്റേറ്റ്മെന്റ്. അതിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് സം പെൻസ് ആർ ഫ്ലവർ. അത് നേരത്തെ നമ്മൾ പറഞ്ഞ അത് തന്നെയാണ്. അതും ട്രൂ തന്നെയാണ്. അത് അതുപോലെ തന്നെയാണ്. വേറെ ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്ന നോ ഓറഞ്ച് ഈസ് എ നെഗറ്റീവ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആണ്, അതായത് നെഗറ്റീവ് ആയിട്ടുള്ളതാണ്. നോ ഓറഞ്ച് ഈസ് ആൻ ആപ്പിൾ. ഇതിൽ സ്റ്റേറ്റ്മെന്റ് വരുന്നതാണ് നോ ഓറഞ്ച് ഈസ് ആൻ ആപ്പിൾ. അപ്പൊ ഓറഞ്ച് ആപ്പിൾ അല്ല എന്നാണ് പറയുന്നത്. അപ്പൊ തിരിച്ചു നമുക്ക് കൺക്ലൂഷനില് നോ ആപ്പിൾ അല്ല. അപ്പൊ അതും അങ്ങനെ തന്നെയായിരിക്കും വരിക. അതായത് ആപ്പിൾ ഓറഞ്ചും ബന്ധമില്ലാത്ത നോ പറഞ്ഞതിനെ കൊണ്ട് തിരിച്ചും അങ്ങനെ തന്നെയായിരിക്കും വരിക. പറയാൻ പറ്റൂല. ഇല്ല, പറയാൻ പറ്റില്ല. വേറെ ഒരു ഇത് പറയുകയാണെങ്കിൽ
ഇപ്പൊ ഒരു മൂന്ന് സ്റ്റേറ്റ്മെന്റ് ഉള്ള അല്ല 3 എണ്ണം ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറയാം ഞാൻ. ഓൾ ഷൂസ് ആർ പെൻ, സം പെൻസ് ആർ റേസർ. അടുത്തത് സം റേസേഴ്സ് ആർ ഡസ്ക്സ്. അപ്പൊ ആദ്യത്തെ ഓൾ ഷൂസ് ആർ പെൻ, പിന്നെ സം പെൻ ആർ റേസർ, സം റേസേഴ്സ് ആർ ഡസ്ക്. അതിൽ കൺക്ലൂഷൻ, ഫസ്റ്റ് കൺക്ലൂഷൻ പറയുന്നതാണ് സം ഡസ്ക് ആർ ഷൂസ്. ഇത് കുറെ വരുമ്പോ അതങ്ങോട്ട് പ്രശ്നമില്ല. സ്റ്റേറ്റ്മെന്റ് ഒന്നും കൂടി പറഞ്ഞാൽ ചിലപ്പോ അല്ലെ, സം അല്ല ഓൾ ഷൂസ് ആർ പെൻ, എല്ലാ ഷൂസും പെന്നാണ് എന്നുള്ള ഒരു അതില് സം പെൻ, അതില് കുറച്ച് പെന്ന് റേസർ ആണ്, വേറെയാണ് ഒരു സാധനമാണ് അത്. പക്ഷെ അത് പെന്നാണ്, സം പെന്ന് മാത്രമാണ് റേസർ എന്ന് പറഞ്ഞത്. ഷൂ ഒന്നും ഇൻക്ലൂഡ് ആവില്ല കേട്ടോ, ഷൂ പെടില്ല. സം പെന്ന് മാത്രം. പിന്നെ സം റേസർ ആർ ഡസ്ക്. ഇനി ആ റേസറിന് കുറച്ച് ഭാഗം ഡസ്ക് ആണ്. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറയുമ്പോൾ നമ്മൾ സം മാത്രമേ നമുക്ക് പറഞ്ഞുള്ളൂ. അത് ചിലപ്പം ഈ ഡെസ്ക് എന്ന് പറയുന്നത് പെന്നിൽ ഉൾപ്പെട്ടിണ്ടാവും, അല്ലെങ്കിൽ ഷൂസിലും ഉൾപ്പെട്ടിണ്ടാവും. നമ്മൾ നോക്കേണ്ട കാര്യം, നമ്മളിപ്പോ ജസ്റ്റ് ആ പെന്നിന്റെ കുറച്ച് ഭാഗം റേസറിലുണ്ട്, പിന്നെ റേസർ കുറച്ച് ഭാഗം ഡെസ്കിലുണ്ട്. കൺക്ലൂഷൻ നോക്കാം. കൺക്ലൂഷൻ അവർ പറയുന്നത്, ഫസ്റ്റ് കൺക്ലൂഷൻ പറയുന്നത് ഒരു സംശയം. ഇപ്പം ഷൂസ്, ഇപ്പൊ ഓൾ ഷൂസ് ആർ പെൻ എന്നല്ലേ പറഞ്ഞത്? അതെ അതെ. അപ്പൊ ആ ഷൂവിന്റെ ഇതില് നമ്മൾ മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സം കൂട്ടി പറയുന്നുണ്ടെങ്കിൽ മാത്രമേ അത് തെറ്റായി വരുള്ളൂ അല്ലെ? എങ്ങനെ? സം ഷൂസ് ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഷൂസ് അല്ല, അതെ, ഓൾ എല്ലാ ഷൂസും ആണ് പെന്ന് എന്ന് പറയുന്നത്. അതെ, അതിപ്പോ സം ഷൂസ് ആർ ഡെസ്ക് എന്നോ അല്ലെങ്കിൽ സം ഷൂസ് ആർ റേസർ എന്നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റായിരിക്കും. അതെന്താ നമുക്ക് അനുമാനിക്കാൻ പറ്റില്ല, അത് തെറ്റായിരിക്കും. എന്താ വെച്ചാൽ നമുക്ക് കറക്റ്റ് നമുക്ക് കാണുന്ന, അതായത് ഈ പറയുന്ന സാധനം എക്സാക്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ട്രൂ എന്ന് പറയാൻ പറ്റൂ, ഇത് ഫോളോ ചെയ്യാന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ കൺക്ലൂഷനോട് പറഞ്ഞുതരാം, അപ്പൊ നോക്കാം ഏതാ കൺക്ലൂഷൻ വരുന്നേന്ന്. കൺക്ലൂഷൻ, ഫസ്റ്റ് കൺക്ലൂഷൻ, സം ഡെസ്ക് ആർ ഷൂസ്. ഇതില് സം ഡെസ്ക് ഷൂസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ സ്റ്റേറ്റ്മെന്റ് നോക്കൂ, പിന്നെ ഡെസ്ക് എന്താണ്, സം റേസേഴ്സ് ആണ് ഡെസ്ക് എന്ന് പറഞ്ഞത് അല്ലെ ഇവിടെ സ്റ്റേറ്റ്മെന്റില്. അപ്പൊ നമുക്ക് സം ഡെസ്ക് ഷൂസ് ആണ് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റുമോ? ചിലപ്പോ അത് പെട്ടിണ്ടാവില്ല, ഡെസ്ക് ഷൂസിൽ ചിലപ്പോ വരില്ല. അപ്പൊ നമുക്ക് എക്സാക്ട് അത് കറക്റ്റ് ആണ് ഫോളോ ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പൊ അങ്ങനെ എന്തേ കൺഫ്യൂഷൻ ഉണ്ട്, കറക്റ്റ് ആയിട്ട് അത് പറയാൻ പറ്റിയില്ലെങ്കിൽ എപ്പോഴും ഭാഗത്തുനിന്ന് നമ്മളത് ഫോൾസ് ആയിരിക്കും ആ കൺഫ്യൂഷൻ. അപ്പൊ അത് തെറ്റാണ്, അത് തെറ്റെന്ന് നമ്മൾ ഫസ്റ്റ് പറയുന്നുണ്ടല്ലോ, അതായത് ഓൾ പെൻസ് ആർ ഷൂസ് എന്നല്ലേ പറയുന്നത്? അല്ല, ഷൂസ് ആർ ഓൾ ഷൂസ് ആർ. നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ അത് ഓപ്പോസിറ്റ് ആണ് വരില്ല, അതാണ് പറയണ്ടത്. ഓപ്പോസിറ്റ് ആകുമ്പോ അങ്ങനെ എടുക്കാൻ പാടില്ല. ഓൾ പെൻ ആർ ഷൂസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ പറഞ്ഞ കാര്യം മാത്രം അതുപോലെ വരികയാണെങ്കിൽ എടുക്കാം. അതെ, അത് മാത്രം അതിൽ വരികയാണെങ്കിൽ മാത്രം. അതെ, അത് ശരിയാണ് പറഞ്ഞത്. സ്റ്റേറ്റ്മെന്റിൽ എന്താ കൊടുത്ത അതിനെ ബേസ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ കൺക്ലൂഷനിൽ നോക്കാൻ പാടുള്ളൂ. അപ്പൊ അതിലങ്ങനെ വരില്ലേന്ന് നമുക്ക് അങ്ങനെ ചിന്തിക്കേണ്ട. അതെ അതെ അതെ. പിന്നെ രണ്ടാമത്തെ കൺക്ലൂഷൻ പറയുന്നത് സം റേസേഴ്സ് ആർ ഷൂസ്. അതും വരില്ല. ഇല്ല, അതും പറ്റില്ല. എന്താന്ന് വെച്ചാല് പിന്നെ സം റേസേഴ്സും പെന്നും തമ്മിലാണ് കണക്ഷൻ പറഞ്ഞത് അല്ലേ? സം പെൻസ് ആർ റേസർ എന്നാണ് പറഞ്ഞത്. അപ്പൊ പെന്നും റേസറും അവിടെ പെന്ന് ആണ് ഇവിടെ പറഞ്ഞെങ്കിൽ, കൺക്ലൂഷനിൽ പറയെങ്കിൽ നമുക്കത്
ശരിയാണെന്ന് പറയും. ഇതിപ്പോ റേസറും ഷൂ ആണ്. സം റേസേഴ്സ് ആർ ഷൂ. അപ്പൊ റേസേഴ്സിൽ ഷൂ ഉൾപ്പെടുന്നുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. അതായത് സ്റ്റേറ്റ്മെന്റിൽ അങ്ങനെ ഒരു ഇത് തന്നിട്ടില്ല. അപ്പൊ അത് അങ്ങനെ അതുകൊണ്ടാണ് ആ രണ്ട് കൺക്ലൂഷനും തെറ്റായിരിക്കും. അപ്പൊ എങ്ങനെയാണ് അത് വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഒരു എക്സാമിന് വരിക ഒരു സ്റ്റേറ്റ്മെന്റ് തരും. ഒരു രണ്ട് സ്റ്റേറ്റ്മെന്റ് 3 വരെ പോകും. 3 ഇങ്ങനെ തന്നെ പറഞ്ഞിട്ട് 3 സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും, അല്ലെ 2 സ്റ്റേറ്റ്മെന്റ്. എന്നിട്ട് കൺക്ലൂഷൻ 2ഓ 3ഓ വരാം. അത് കഴിഞ്ഞിട്ട് ആൻസർ എങ്ങനെയാണെന്ന് വെച്ചാല് ഒരു ഇങ്ങനെ ഓപ്ഷൻ തരും. എ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് ഓൺലി കൺക്ലൂഷൻ ഫസ്റ്റ് ഫോളോസ്. ഇങ്ങനെ 4 ഓപ്ഷൻ ഉണ്ടാവും. അതിൽ എ ആണ് ഇഫ് ഓൺലി കൺക്ലൂഷൻ ഫസ്റ്റ് ഫോളോസ് ഒന്നുണ്ടാവും. ബി ഇഫ് ഓൺലി കൺക്ലൂഷൻ സെക്കൻഡ് ഫോളോസ്. സി ഇഫ് ഐദർ ഫസ്റ്റ് ഓർ സെക്കൻഡ് ഫോളോസ്. ഡി if neither one or second follows, first or second follows. പിന്നെ ഇ വരുന്ന if both first and second follow. ഇങ്ങനെ 5 ഇതുണ്ട്, ഓപ്ഷൻ ഉണ്ടാവും കേട്ടോ. ഇതിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇതിൽ നിന്നാണ് ഈ ആൻസർ ഒന്നാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഇപ്പൊ നമ്മൾ രണ്ടും തെറ്റ് എന്നുള്ള ഒരു ഇതല്ലേ കണ്ടത്, രണ്ടും ഫോളോ ചെയ്യരുത് എന്നുള്ള. അപ്പൊ അതിന്റെ ഓപ്ഷൻ ആണ് ഡി വരുന്ന ഇഫ് നൈദർ ഫസ്റ്റ് നോർ സെക്കൻഡ് ഫോളോസ്. അതാണ് നമ്മുടെ ആൻസർ. രണ്ടും ഫോളോ ചെയ്യുന്നില്ല അങ്ങനെയാണേ വരിക. അല്ലാണ്ട് ഫോൾസ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഇല്ല, അങ്ങനെയല്ല. ഇഫ് നൈദർ ഫസ്റ്റ് ഓർ നോർ സെക്കൻഡ് ഫോളോസ്. അതാണ് നമ്മുടെ ഇതിന് ആൻസർ കൊടുക്കേണ്ടത്. ഇനി വേറെ ഒന്ന് നോക്കാം. Some benches are windows. ബെഞ്ചസും വിൻഡോസും ആണ്. Some benches are windows. ബെഞ്ചസിൽ കുറച്ച് വിൻഡോസും കണക്ട് ചെയ്യാം. പിന്നെ some windows are walls. Some windows walls ആണെന്നാണ് പറഞ്ഞത്. പിന്നെ some walls are trains. തമ്മിൽ ഒന്നും ട്രെയിൻ ആണ്. അങ്ങനെ ഓരോന്ന് അടുത്തടുത്ത് അങ്ങനെ ആയിട്ടാണ് വന്നത് കണക്ട് ചെയ്തിട്ട്. അപ്പൊ അതിൽ കൺക്ലൂഷൻ വരുന്നത് some trains are benches. ഇല്ലേ, നമുക്ക് പറ്റില്ലല്ലോ. അപ്പൊ അതവിടെ വെക്കുക. പിന്നെ അടുത്ത കൺക്ലൂഷൻ വരുന്നത് നോ ട്രെയിൻ ഈസ് ബെഞ്ച്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഇതിൽ നോ ട്രെയിൻ ഈസ് ബെഞ്ച് എന്നാണ് രണ്ടാമത്തെ കൺക്ലൂഷൻ വന്നത്. നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ രണ്ടിന്റെയും രണ്ട് കൺക്ലൂഷൻ നോക്കൂ. സം ട്രെയിൻസ് ആർ ബെഞ്ചസ്, നോ ട്രെയിൻ ഈസ് ബെഞ്ച്. അതൊക്കെ രണ്ടും ഒരേ തന്നെയല്ല പറഞ്ഞത്. ട്രെയിനും ബെഞ്ചും ആണ് കണക്ട് ചെയ്തത്, നോ ട്രെയിനും ബെഞ്ചും ആണ് കണക്ട് ചെയ്തത്. അപ്പൊ ഏതെങ്കിലും ഒന്ന് ശരിയായിരിക്കും. ഇതില് ഒന്നിക്ക് സമ്മായിരിക്കും, നമുക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റാത്തല്ലേ. സമ്മായിരിക്കും അത് വരിക, അല്ലെങ്കിൽ അല്ലെങ്കിൽ രണ്ടാൾ തമ്മിൽ ബന്ധം ഉണ്ടാവില്ല. നോ ട്രെയിൻ. അങ്ങനെ ഒരേ ഒബ്ജക്ട് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ആൻസർ എഴുതേണ്ടതെന്ന് വെച്ചാൽ ഇഫ് ഐദർ വൺ ഓർ സെക്കൻഡ് ഫോളോസ് എന്നാണ് ആൻസർ കൊടുക്കേണ്ടത്. എപ്പോഴും അത് ഒരേ ഓള് പറഞ്ഞാൽ അങ്ങനെ വരില്ല കേട്ടോ. ഓൾ ട്രെയിൻസ് ആർ ബെഞ്ചസോ നോ ട്രെയിൻസ് ആർ ഈസ് ബെഞ്ചും പറഞ്ഞാൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അത് തെറ്റായിരിക്കും കേട്ടോ. അത് കൃത്യത്തിൽ നോക്കിയിട്ട് മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷെ സം ട്രെയിൻസ് ആർ ബെഞ്ചസും നോ ട്രെയിൻ ഈസ് ബെഞ്ച്, അതായത് സം ARB നോ ARB എന്ന് ഒരു അങ്ങനെ തരികയാണെങ്കിൽ നമ്മൾ ഓപ്ഷൻ സി ഐദർ ഫസ്റ്റ് ഓർ സെക്കൻഡ് ഫോളോസ് അതൊക്കെ എല്ലാം ഓർത്തെക്കണേ. അതായിരിക്കും വരിക. മനസ്സിലായോ? സംശയം ഉണ്ടോ അവിടെ എന്തെങ്കിലും? അല്ല, സംശയത്തിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് മനസ്സിൽ ഓർമ്മിച്ചു വെക്കാനുള്ള ഒരു ചെറിയൊരു പ്രശ്നമില്ല, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിന്റെ ലോജിക് മനസ്സിലായി, അതിന്റെ ടെക്നിക്ക് ഐ ഗോട്ട് ദ ടെക്നിക്. പക്ഷെ ഈ ഒരു എഴുതുകയാണെങ്കിലും ഇങ്ങനെയാണ് അവര് സ്ക്രൈബ് പറഞ്ഞു തരിക ചെയ്യുക. എങ്ങനെയാണ് അത് ഇതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന അതേ പറഞ്ഞു തരുമല്ലോ. വായിച്ചു തന്നിട്ട് അന്നേരം പറഞ്ഞു കൊടുക്കണം അല്ലേ.
ആ അങ്ങനെയാണ് ഉം. സാധാരണഗതി. അതാണ്. അപ്പോ ഇത് ഓരോ ഓപ്ഷൻ അങ്ങനെ ഓർത്ത് വെക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഇപ്പൊ നൈദർ നോ രണ്ടും പറ്റില്ലെങ്കിൽ ആ ഇതെന്നു പിന്നെ ഇങ്ങനെ രണ്ടെണ്ണം പറ്റില്ലെങ്കിൽ നൈദർ ഉപയോഗിച്ചത് നോക്കുക. അതെ രണ്ടെണ്ണം ഫോൾസ് ആണ് നൈദർ. അത് പിന്നെ അവര് ഓപ്ഷൻ പറഞ്ഞു തരുമ്പോ നമുക്ക് മനസ്സിലാവും ഏതാ തെറ്റുണ്ടാവോ മനസ്സിലാക്കും. ആ പിന്നെ വേറെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് പോസിബിലിറ്റി കേസസ് വരും നമുക്ക്. അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ നേരെ അപ്പൊ ഇത് ഇപ്പൊ സ്റ്റേറ്റ്മെന്റിൽ എന്തു പറയുന്നു അത് കണക്ട് ചെയ്തിട്ട് കൺക്ലൂഷനിൽ എക്സാക്ട് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞതിൽ വെച്ചിട്ട് നമ്മൾ പിന്നെ ശരിയാണോ തെറ്റാണെന്ന് പറയുന്നത്. അപ്പൊ പോസിബിലിറ്റി കേസസ് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഞാൻ പറയാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആണ് സ്റ്റേറ്റ്മെന്റ്. സം സ്കൂൾസ് ആർ ക്ലാസസ്. സം സ്കൂൾ ആർ ക്ലാസസ്. പിന്നെ സം ക്ലാസസ് ആർ ടീച്ചേഴ്സ്. സം ക്ലാസ് ആർ ടീച്ചേഴ്സ്. ഓൾ ടീച്ചേഴ്സ് ആർ സ്റ്റുഡന്റ്. അതിൽ ഓളും കൂടി വരുന്നുണ്ട്. ഓൾ ടീച്ചേഴ്സ്. സം ക്ലാസസ് ടീച്ചേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ടീച്ചേഴ്സ് മൊത്തം സ്റ്റുഡന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇങ്ങനെ ഒരു കണക്ഷൻ വരുന്നുണ്ട്. അപ്പൊ കൺക്ലൂഷൻ ഞാൻ വായിക്കുകയാണെ. ആദ്യത്തെ കൺക്ലൂഷൻ ആണ് സം സ്റ്റുഡന്റ് ആർ ക്ലാസസ്. സം സ്റ്റുഡൻസ് ആർ ക്ലാസസ്. അത് നമുക്ക് പോസിബിലിറ്റി ഉണ്ട്. there is a possibility for that. അല്ല പോസിബിലിറ്റി പക്ഷെ ഇതിൽ പറഞ്ഞില്ലേ നമ്മൾ പോസിബിലിറ്റി ഒന്നും നോക്കാൻ പാടില്ല. ഇപ്പൊ ഇതാ സം സ്റ്റുഡൻസ് ആർ ക്ലാസസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കണക്ഷൻ ഉണ്ടോന്ന് നോക്കണം. ഓൾ ടീച്ചേഴ്സ് ആർ സ്റ്റുഡന്റ് എന്ന് പറയുന്നുണ്ടല്ലോ അല്ലേ? ഓൾ ടീച്ചേഴ്സ് സ്റ്റുഡന്റ് ആണെന്ന് പറയുന്നുണ്ട്. സം സ്റ്റുഡന്റ് അതാണ് പറയുന്നത്. അതായത് സം ക്ലാസസ് ടീച്ചേഴ്സ് എന്ന് പറയുന്നുണ്ടല്ലോ. സം ക്ലാസസ് ഓൾ ടീച്ചേഴ്സ് സ്റ്റുഡന്റ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ സ്റ്റുഡന്റ് ക്ലാസസ് ഉൾപ്പെടെയല്ലോ കുറച്ച് ഭാഗം സം എന്ന് പറയുന്നത് എന്തായാലും. അതെ അപ്പൊ അതുകൊണ്ട് സം സ്റ്റുഡൻസ് ആർ ക്ലാസസ് നമുക്ക് പറയാൻ പറ്റും അല്ലേ? അതിൽ ഉൾപ്പെട്ടിണ്ടാവില്ല കുറച്ച് ഭാഗം. മനസ്സിലാവുന്നുണ്ടോ? ഓൾ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ക്ലാസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടല്ലോ. അതെ അതായത് കുറച്ച് ക്ലാസിന്റെ കുറച്ച് ഭാഗം ടീച്ചേഴ്സിൽ എന്തായാലും ഉണ്ട്. ബട്ട് ആ എല്ലാ ടീച്ചേഴ്സും സ്റ്റുഡന്റും ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ സ്റ്റുഡന്റിൽ കുറച്ച് ഭാഗം നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അത് ട്രൂ ആണ്. അത് അതിനൊരു ടിക്ക് അവിടെ ഓർത്ത് വെച്ചാൽ മതി. അതൊരു ട്രൂ ആണ്. ഇനി രണ്ടാമത്തെ കൺക്ലൂഷനിലാണ് ഓൾ സ്കൂൾസ് ബീയിങ് സ്റ്റുഡന്റ് ഈസ് എ പോസിബിലിറ്റി. അപ്പൊ കൺക്ലൂഷൻ പറയാം ഓൾ സ്കൂൾസ് ബീയിങ് സ്റ്റുഡന്റ് ഈസ് എ പോസിബിലിറ്റി. സ്കൂൾസ് ടീച്ചേഴ്സ് എന്ന് പറയുന്നുണ്ടല്ലോ. ടീച്ചേഴ്സ് സ്റ്റുഡൻസ് ആവുന്നുണ്ട്. അതായത് എല്ലാ സ്കൂളും നമ്മൾ ആദ്യം സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് എന്താ? സം സ്കൂൾ ആർ ക്ലാസസ് എന്നാണ് പറഞ്ഞത്. സം സ്കൂൾ ആർ ക്ലാസസ്. അത് കണക്റ്റഡ് ആണ്. ശരിയാ, ക്ലാസസ് ഇത് പറയുന്നത്. പക്ഷെ ഇത് പിന്നെ ഇത് സ്റ്റുഡന്റും സ്കൂളും ആണ് കേട്ടോ പറയുന്നത്. ഓൾ സ്കൂൾസ് ബീയിങ് സ്റ്റുഡന്റ് ഈസ് എ പോസിബിലിറ്റി. അത് പോസിബിലിറ്റി വരുമ്പോ അധികവും നമ്മൾ അതൊരു ചാൻസ് ഉണ്ട്, അങ്ങനെ വരാൻ നമുക്കൊരു ചാൻസ് ഇല്ലേ. അതായത് അപ്പൊ സ്കൂള് ക്ലാസ്സുമായിട്ട് കണക്റ്റഡ് ആണ്. സം സ്കൂള് ക്ലാസ്സസ് ആണ്. ക്ലാസ്സിലെ കുറച്ച് ടീച്ചേഴ്സും ആണ്. ടീച്ചേഴ്സ് എല്ലാം സ്റ്റുഡന്റും ആണ്. അപ്പൊ നമുക്ക് അപ്പോ പിന്നെ സ്റ്റുഡന്റ് ടീച്ചർ ഈ ക്ലാസ്സസ് സമ്മില് വരുന്ന ഇടയ്ക്ക് അതൊരു പോസിബിലിറ്റി ആണ്. സ്കൂള് അതായത് എല്ലാ സ്കൂളും സ്റ്റുഡന്റ് വരാവുന്ന ഒരു പോസിബിലിറ്റി അതിലുണ്ട്. പോസിബിലിറ്റി കേസസ് വരുമ്പോൾ നമുക്ക് എക്സാക്ട് പറയണ്ട, ഒരു ചാൻസ് ചെറുങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ട്രൂ ആണെന്ന് പറയാം. പക്ഷെ പോസിബിലിറ്റി കേസസ് കുറച്ച് കൺഫ്യൂഷൻ കുറച്ച് അധികം. പക്ഷെ ഇങ്ങനെ നേരെ വരുമ്പോൾ കുഴപ്പമില്ല. അധികവും നമ്മൾ ചാൻസ് ഉണ്ടാവും. അധികവും ചാൻസ് ഉണ്ടാവും പോസിബിലിറ്റി ആവുമ്പോൾ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, അത് ഉണ്ടാവുമോ എന്ന് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. അധികവും അത് ട്രൂ ആവും. നിർബന്ധമില്ലല്ലോ. കുറച്ചുകൂടി ടഫ് ആകുമ്പോ ഇത്തിരി കൺഫ്യൂഷൻ ഉണ്ട്. അതാണ് ഡയഗ്രാം വരയ്ക്കുമ്പോ ഒക്കെ അത് നമുക്ക് മനസ്സിലാവും. അതാണ് ഇത് ഇല്ലാത്തപ്പോ മനസ്സിൽ നിന്ന് എടുക്കണമെങ്കിൽ കൂടുതൽ അത് അതിലും പരിചിതമായാൽ മതി. കുറെ സിലോജിസത്തിന്റെ ഇങ്ങനെ
അത് പിന്നെ Practice ചെയ്യണം. കേട്ടിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ നമുക്കത് വേഗം തന്നെ ഡയഗ്രാം മനസ്സിലേക്ക്, ഡയഗ്രാം അല്ല അത് സ്റ്റേറ്റ്മെന്റ് മനസ്സിലേക്ക് വരികയാണെങ്കിൽ കുറച്ചുകൂടി വരും, എളുപ്പമായിരിക്കും. ഇപ്പൊ എന്ന് പറയുമ്പോൾ ഇതില് എന്താണ് വരിക? ആദ്യത്തെ ശരിയല്ലേ നമ്മൾ പറഞ്ഞത്, സം സ്റ്റുഡൻസ് ആർ ക്ലാസ്, ശരി. പിന്നെ രണ്ടാമത്തെ പോസിബിലിറ്റി, ഓൾ സ്കൂൾ ബീയിങ് സ്റ്റുഡൻസ്, അതും ഫോളോ ചെയ്യാം. അപ്പൊ ബോത്ത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഫോളോ. അപ്പൊ അതാണ് അതിന്റെ ഓപ്ഷൻ. ആ ഒന്നുകൂടി പോസിബിലിറ്റിന്റെ ഒന്നുകൂടി പറയാം. പിന്നെന്ന് പറയുന്നത് ഓൾ കപ്പ് ആർ ഗ്ലാസസ്. ഓക്കെ. ഓൾ കപ്പ് ഗ്ലാസസ് ആണ്. ഓൾ പ്ലേറ്റ് ആർ കപ്സ്. ഓൾ പ്ലേറ്റ് ആർ കപ്സ്. ഓൾ കപ്സ് ആർ ഗ്ലാസസ്. എല്ലാ കപ്പും ഗ്ലാസസ് ആണ്. അപ്പൊ കപ്പ് ഫുള്ള് ഗ്ലാസസിൽ ഉൾപ്പെടുന്നു അല്ലേ? തിരിച്ചു വന്നതുകൊണ്ട് ഫുൾ ആയിട്ട് അതാണ്. അതെ. പിന്നെ ഓൾ പ്ലേറ്റ്സ് ആർ കപ്പ്. പ്ലേറ്റ്സ് ആണ് പറഞ്ഞത്. അപ്പൊ അത് കപ്പിന്റെ ഉള്ളിൽ ഉൾപ്പെടും കേട്ടോ. കപ്പിന്റെ എല്ലാ പ്ലേറ്റും കപ്പാണ്. എല്ലാ കപ്പും ഗ്ലാസസ് ആണ്. മനസ്സിലായോ? എല്ലാ പ്ലേറ്റും കപ്പാണ്, എല്ലാ കപ്പും ഗ്ലാസസ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഓൾ സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ ഞാൻ ഗ്ലാസ്. ഓൾ കപ്സ് ആർ ഗ്ലാസസ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓൾ ഗ്ലാസസ് ആർ പ്ലേറ്റ് അല്ലേ? ഓൾ പ്ലേറ്റ്സ് ആർ കപ്സ്. ഗ്ലാസ് ആയിട്ടല്ലേ കപ്പ്. ഓൾ പ്ലേറ്റ്സ് ആർ കപ്സ്. അപ്പം കപ്സുമായിട്ടാണ് ബന്ധപ്പെടുത്തിയ. അതെ. അതായത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഓൾ ഗ്ലാസസ് ആർ കപ്സ്. ഓൾ കപ്പ്, എല്ലാ ഒരു കപ്പ് എടുക്കാന്നിരിക്കുക. ഒരു കപ്പ് ഗ്ലാസിന് ഉള്ളിലാണ്, ഗ്ലാസിന്റെ ഉള്ളിൽ. അപ്പൊ ഗ്ലാസ് കൊണ്ട് മൊത്തം അത് പൊതിഞ്ഞ് വെച്ചിരിക്കുന്നു. ഉള്ളിലാണ് കപ്പ് ഉള്ളത്. ഓൾ പ്ലേറ്റ് ആർ കപ്പ്. അപ്പൊ കപ്പിന്റെ ഉള്ളിലാണ് പ്ലേറ്റ് ഉള്ളത്. പ്ലേറ്റ് മൊത്തം കവർ ചെയ്ത് കപ്പ് മൊത്തം കവർ ചെയ്ത ഗ്ലാസ്. അങ്ങനെ. മൂന്നാമത്തെ ഒന്നുകൂടി ഉണ്ട്. സം ഗ്ലാസ് ആർ സ്പൂണ്. അതില് ഗ്ലാസ്, മേലെ ഗ്ലാസ് വരുന്ന അതിനും കുറച്ച് സ്പേസ് ഒന്ന് സ്പൂണിനും കൂടി ഉണ്ട്. അതിന്റെ കുറച്ച് ഭാഗം സ്പൂണും കൂടിയാണ്. അപ്പൊ അതാണ് സ്റ്റേറ്റ്മെന്റ് 3 വരുന്നത്. അപ്പൊ അതിന്റെ കൺക്ലൂഷൻ ആണ് പറയുന്നത്. മേഡം പിന്നെ സ്പൂണിന്റെ കാര്യം പറഞ്ഞില്ലേ, അതെന്താണ്? സം ഗ്ലാസസ് ആർ സ്പൂൺസ്. ഗ്ലാസസ് ആദ്യം പറഞ്ഞില്ലേ, ഓൾ കപ്പ് ആർ ഗ്ലാസസ്. സം ഗ്ലാസസ് സ്പൂൺ. അപ്പൊ ഗ്ലാസസ് മാത്രമേ സ്പൂൺ എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ തന്നെ കാണണം. ഗ്ലാസ് മാത്രമേ സം പാട്ട് പറഞ്ഞുള്ളൂ. കപ്പിലേക്കും പ്ലേറ്റിലേക്കും എത്രത്തോളം വരുന്നത് സ്പൂണുമായിട്ട് ബന്ധമുള്ള പറഞ്ഞില്ല കേട്ടോ. അതാണ്. അപ്പൊ ഓൾ പ്ലേറ്റ്സ് ആർ, ഫസ്റ്റ് കൺക്ലൂഷൻ ആണ് പറയുന്നത്. ഓൾ പ്ലേറ്റ്സ് ബീയിങ് സ്പൂൺ ഈസ് എ പോസിബിലിറ്റി. ഇല്ല, വരില്ല. എല്ലാ പ്ലേറ്റും സ്പൂൺ ആവാനുള്ള പോസിബിലിറ്റി അതിനൊരു സാധ്യതയില്ല. സാധ്യതയുണ്ട്. അതെന്താ സാധ്യത ഇല്ലാത്ത? അതെന്താന്നോ, അത് സാധ്യതയുണ്ട്. അതായത് ഗ്ലാസ്, സം ഗ്ലാസസ് എന്നേ പറഞ്ഞുള്ളൂ. ചിലപ്പോ അത് നമുക്ക് ഈ കപ്പും ഈ പ്ലേറ്റും ഒക്കെ ഗ്ലാസിന്റെ ഉള്ളിൽ വരുന്ന സാധനം. അപ്പൊ എത്രത്തോളം സ്പൂണ് ഇതിന്റെ അവിടെ ഒക്കെ കവർ ചെയ്തിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ വരാൻ പറ്റില്ലേ? അത് ശരിയല്ലേ. അതായത് നോ അല്ലല്ലോ പറയുന്നത്, കണക്ഷൻ ഇല്ല എന്നല്ലല്ലോ പറഞ്ഞത്. നമ്മള് അല്ലല്ല, നേരത്തെ ഓൾ പ്ലേറ്റ്സ് ആർ അങ്ങനെ പറഞ്ഞില്ലേ, ഗ്ലാസസ് എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് ഞാൻ സാധ്യത ഇല്ല എന്ന് പറഞ്ഞത്. അതെ, ഓൾ പ്ലേറ്റ്സ് ആർ കപ്പ് എന്നാണ് പറഞ്ഞത്. അതായത് ഞാൻ പറയാം, ആദ്യം നമ്മള് ഏറ്റവും ഉള്ളിൽ വരുന്നത് പ്ലേറ്റ് ആണ്. പ്ലേറ്റിന്റെ മേലത്തേക്ക് അത് പ്ലേറ്റ് മൊത്തം ഇൻക്ലൂഡ് ചെയ്യുന്ന കപ്പിലാണ്. കപ്പിന്റെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഗ്ലാസിന്റെ ഉള്ളിൽ ഈ കപ്പും പ്ലേറ്റും ഒക്കെ വരുന്നുണ്ട്.
ഗ്ലാസ്. പിന്നെയാണ് ഗ്ലാസിനകത്ത് കുറച്ച് സ്പൂൺ എന്ന് പറയുന്നത്. കുറച്ച് സ്പൂൺ, അത് എത്രത്തോളം സ്പൂൺ എന്ന് Okay. പറയുന്നില്ല, അത് ഇൻക്ലൂഡഡ് ആയിരിക്കും. ചിലപ്പോ കപ്പും പ്ലേറ്റും ഒക്കെ ഇൻക്ലൂഡഡ് ആവാം, അതൊരു സാധ്യതയില്ലേ. ഓക്കെ ഓക്കെ. പക്ഷെ പോസിബിലിറ്റി പറഞ്ഞില്ലെങ്കിൽ നമ്മള് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ ചിലപ്പോ ഇല്ലെങ്കിൽ നമുക്ക് അത് കൃത്യത്തിൽ പറയാൻ പറ്റില്ലല്ലോ. ഇല്ല. അതാണ് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഇത് പോസിബിലിറ്റി ഓൾ പ്ലേറ്റ്സ് ആർ ബീയിങ് സ്പൂൺ, സ്പൂൺ ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഉൾപ്പെടുന്ന ചാൻസ് ഉണ്ട് എന്ന് തന്നെയാണ്. ഓക്കെ. അതാണ് കേട്ടോ. അപ്പൊ അത് ശരിയാണ്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് നമ്മൾ നല്ലോണം ഒന്ന് ശ്രദ്ധിക്കണം. സ്റ്റേറ്റ്മെന്റിന്റെ ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് മൂന്നെണ്ണം ഇങ്ങനെ വരുന്നല്ലേ, കപ്പ്, ഗ്ലാസ്, പ്ലേറ്റ്, കപ്പ്. പോസിബിലിറ്റി വരുമ്പോ എപ്പോഴും ശരിയായിരിക്കും. എപ്പോഴും ശരിയായിരിക്കുന്നില്ല, കൊറേയൊക്കെ ശരിയായിരിക്കും അത്. പക്ഷെ ശരിയല്ലാത്ത കേസല്ല, ഞാൻ പറഞ്ഞു തരാം. അങ്ങനല്ല ഈ പറയുന്ന സംഭവങ്ങളായിട്ട് അല്ല, അങ്ങനല്ല. ഇപ്പൊ ഇതില് ഗ്ലാസും കപ്പും പ്ലേറ്റും സ്പൂണും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ സ്പൂണിന്റെ കാര്യം വെച്ചിട്ട് ഇപ്പം പോസിബിലിറ്റി പറയുമ്പോ അത് ശരിയായിരിക്കും. അതെ. അപ്പൊ ഒരു പോസിബിലിറ്റി ആണെന്ന് പറയാം, ചാൻസ് ഉണ്ട്, നമുക്ക് ഒരു സാധ്യതയുണ്ട്. അതല്ല, ഈ പറഞ്ഞ സാധനങ്ങൾ ഇൻക്ലൂഡ് ആയിട്ട് വരുന്ന സാധനം പോസിബിലിറ്റി പറയുമ്പോ അത് ശരിയായിരിക്കും. അത് ശരിയായിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ ഓൾ പ്ലേറ്റ്സ് ആർ സ്പൂൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അതൊരിക്കലും ട്രൂ ആന്ന് കൊടുക്കാൻ പാടില്ല. ഇപ്പൊ പോസിബിലിറ്റി പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നമ്മള് അങ്ങനെ പറഞ്ഞത്. പിന്നെ അതായത് ഫസ്റ്റ് കൺക്ലൂഷൻ അപ്പൊ ട്രൂ ആണെന്ന് പറയാം. ഈ സെക്കൻഡ് എന്ന് പറയുന്ന ഓൾ പ്ലേറ്റ്സ് ആർ നോട്ട് ഗ്ലാസസ്. അതെന്താന്ന് വെച്ചാല് എല്ലാ പ്ലേറ്റും ഗ്ലാസസ് അല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ പറയാൻ പറ്റും. അത് നമുക്ക് പിന്നെ ഇതിൽ മനസ്സിലാവില്ല. എന്താ വെച്ചാല് പ്ലേറ്റ് അല്ല ഏറ്റവും ഉള്ളിൽ വരുന്നത്. അപ്പൊ എന്തായാലും അത് ഗ്ലാസ്സിൽ ഉൾപ്പെട്ട കാര്യമാണ്. അപ്പൊ അത് നോട്ട് ഗ്ലാസസ് എന്ന് പറയുമ്പോ അത് തെറ്റാണ് കേട്ടോ. അത് തെറ്റാണ്, മനസ്സിലാക്കില്ല. അപ്പൊ അതാണ്. അപ്പൊ ഓൺലി ഫസ്റ്റ് ഫോളോ എന്നാണ് അതിൽ വരിക. ഈ പിന്നെ പോസിബിലിറ്റി ആണ്. നേരെ പോസിബിലിറ്റി തന്നെ പറഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ ക്യാൻ ബി ഓൾ പ്ലേറ്റ്സ് ക്യാൻ ബി സ്പൂൺ എന്നൊക്കെ അങ്ങനെ ക്വസ്റ്റ്യന് വരാം കേട്ടോ, മാറ്റം. അപ്പൊ അത് തന്നെയാണ് പോസിബിലിറ്റി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ക്യാൻ ബി, ബീയിങ് ചാൻസ് എന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിലൊക്കെ പോസിബിലിറ്റിന്റെ കേസസ് തന്നെയാണ് കേട്ടോ അത് വരേണ്ടത്. സാധ്യത തന്നെയാണ് പറയുന്നത്. കൺക്ലൂഷനിൽ മാത്രമേ പോസിബിലിറ്റി ഒക്കെ വരുത്തുള്ളൂ കേട്ടോ. സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് സ്റ്റേറ്റ്മെന്റ് പറയും. കൺക്ലൂഷൻ ആണ് എങ്ങനെയാണെന്നുള്ള അതില് മാത്രമേ അങ്ങനെ വരും. ഇനി വേറെ ഒന്ന് വരുന്നത്, വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള വരികയെന്ന് വെച്ചാൽ ഓൺലി സ്റ്റേറ്റ്മെന്റ് പറയും. ഓൺലി സ്റ്റേറ്റ്മെന്റ്, അതായത് ഓൺലി വൈറ്റ് ആർ റെഡ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓൺലി വൈറ്റ് ആർ റെഡ് ക്വസ്റ്റ്യൻ ഇടയ്ക്ക് മാറി ചോദിക്കുക, അതുകൊണ്ട് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ മനസ്സിലാവായി പോകരുത്. അപ്പൊ ഓൺലി വൈറ്റ് ആർ റെഡ് എന്ന് പറയാം, അങ്ങനെ ഒരു ഇത് വന്നു സ്റ്റേറ്റ്മെന്റ്. അതിലെന്ന് പറയുന്നെങ്കിൽ ഓൺലി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അങ്ങനെ വരുമ്പോ ഓൺലി വരുമ്പോ എന്താ ഉദ്ദേശിക്കുന്നത്, ഓൾ റെഡ് ആർ വൈറ്റ് എന്നാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് തിരിച്ചിട്ടോ. അപ്പൊ ഓൺലി എ ആർ ബി എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓൾ ബി ആർ എ, അതെ, തിരിച്ചിട്ടിട്ട്. അതെ, എന്നിട്ട് അത് മനസ്സിലാക്കിയിട്ട് മാത്രം ബാക്കി കൺക്ലൂഷൻ അതിലൂടെ കണക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ അതാണ് ഓൺലി വരുന്ന ഒരു ഇത് എന്ന് പറയുന്നത്. പിന്നെ അത് മനസ്സിലായല്ലോ അല്ലെ. ഓൺലി വൈറ്റ് ആർ റെഡ്, ഓൾ റെഡ് ആർ വൈ. അത് കറക്റ്റ് ആയി. പിന്നെ വേറെ ഒരു വരുന്നത് ഫ്യൂ എന്ന് പറയുന്ന, അതെ സമ്മും ഫ്യൂവും സെയിം ആണ്. അതിന് യാതൊരു കൺഫ്യൂഷൻ വേണ്ട. സമ്മ് അതേ മീനിങ് തന്നെയാണ് ഫ്യൂ വരുന്നത്. പക്ഷെ വേറെ ഒന്ന് പറയാം, ഇത് രണ്ടും ഓൺലി എ ഫ്യൂ, ഓൺലി എ ഫ്യൂ എ ആർ ബി. സം ബി ആർ എ എന്ന് പറയേണ്ടി വരും.
അത് പറയുന്ന സം ബട്ട് നോട്ട് ഓൾ എല്ലാം വരും. സം തിറപ്പിച്ച് കുറച്ച് മാത്രമേ ഉള്ളൂ. നമ്മള് മറ്റേ സമ്മ് വരുമ്പോ നമുക്ക് അറിയില്ലല്ലോ എത്രത്തോളം സമ്മ് ഉണ്ട് എന്നുള്ള. ഇത് കുറച്ച് വളരെ കുറച്ച് ഇത് മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ഇതാണ് അവിടെ വരുന്നത്. അതിന്റെ ഒരു ഇതുണ്ട്. ഇത് മൊത്തത്തിലൊരു എക്സാമ്പിൾ ഞാൻ പറയാം. മൊത്തത്തിലുള്ള ഒരു എക്സാമ്പിൾ ഉണ്ട്. അതായത് ഇതിപ്പോ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. ഓൺലി എ ഫ്യൂ grapes are orange. Only a few grapes are orange. Grapes orange. അപ്പൊ അതിന്റെ കൺക്ലൂഷൻ വരുന്നത് some grapes are orange and vice versa. അത് തിരിച്ച് some grapes are orange, some orange are grapes. നേരെ തിരിച്ചു. അത് റോങ് അല്ലേ രണ്ടും? അത് പറഞ്ഞാല് സം ഗ്രേപ്സ് ആർ ഓറഞ്ചും അതെന്തായാലും സം അതിൽ ഉൾപ്പെടുന്നത്. സം ശരിയാണ്. എന്തായാലും കുറച്ച് എന്നല്ലേ പറഞ്ഞത്. അപ്പൊ കുറച്ച് വന്നു. രണ്ടാമത്തെ കൺക്ലൂഷൻ ആണ് ഓൾ ഓറഞ്ച് ആർ ഗ്രേപ്സ്. പറയൂ. ഓൾ ഓറഞ്ച് ആർ ഗ്രേപ്സ് അത് തെറ്റു പോകൂല. അത് തെറ്റല്ലേ? തെറ്റായിരിക്കും. അല്ല സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ഓൺലി എ ഫ്യൂ ഗ്രേപ്സ് ആർ ഓറഞ്ച് എന്നാണ് പറഞ്ഞത്. സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടില്ല. ഗ്രേപ്സ് ആണ്. അപ്പൊ ഗ്രേപ്സ് മാത്രമേ കുറച്ചുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഓറഞ്ച് എത്ര ഉണ്ട് നമുക്ക് പറഞ്ഞില്ല. ഓറഞ്ച് ഗ്രേപ്സിൽ എത്ര വരുന്നുള്ള അളവൊന്നും പറഞ്ഞില്ല. അപ്പൊ ഓൾ ഓറഞ്ചസ് ആർ ഗ്രേപ്സ് ഇസ് എ പോസിബിലിറ്റി. സാധ്യത പോസിബിലിറ്റി ആണ് പറയുന്നത്. അപ്പൊ നമുക്കത് ട്രൂ ആയിട്ട് എടുക്കാം. എടുക്കാം. അപ്പം മൂന്നാമത്തെ ഒരു കൺക്ലൂഷൻ ആണ് ഓൾ ഗ്രേപ്സ് ബീയിങ് ഓറഞ്ച് ഈസ് നോട്ട് പോസിബിൾ. സോറി, ഓൾ ഗ്രേപ്സ് ബീയിങ് ഓറഞ്ച് ഈസ് എ പോസിബിലിറ്റി. അങ്ങനെ ഒരു കൺക്ലൂഷൻ വന്നു. ഓൾ ഗ്രേപ്സ് ബീയിങ് ഓറഞ്ച് ഈസ് എ പോസിബിലിറ്റി. അത് ശരിയാണോ? ഇത് ശരിയാണ്. തെറ്റാണ്. എന്താണോ? അത് തെറ്റാണ്. അങ്ങനെ പോസിബിലിറ്റി വരില്ല അവിടെ. എന്ന് വെച്ചാൽ കൃത്യത്തിൽ പറയുന്നതാണ്. കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഓൾ ഗ്രേപ്സ് എല്ലാ ഗ്രേപ്സും അതിൽ ഉൾപ്പെട്ടില്ല. അതാണ് പറയുന്നത്. ഓൺലി എ ഫ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ഡെഫിനിറ്റ് ആയിട്ട് നമുക്ക് കൃത്യത്തിൽ പറയുന്നതാണ്. ചെറുത് മാത്രമേ ഉള്ളൂ. അതാണ് അവിടെ. അപ്പൊ കൂടുതൽ വരാൻ ചാൻസ് ഇല്ല. ചാൻസ് ഇല്ല. അപ്പൊ ഓള് പറയാൻ പാടില്ല. അപ്പൊ സം ആണെങ്കിൽ സം ഗ്രേപ്സ് എങ്ങനെയാ വരുന്നത് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ പോസിബിൾ ആണെങ്കിൽ അത് പോസിബിൾ പറയാം. അതായത് തിരിച്ച് പറയുമ്പോ അത് കുഴപ്പമില്ല. അതായത് ഓറഞ്ച് ആർ ഗ്രേപ്സ് എന്ന് പറഞ്ഞില്ലേ, അത് പോസിബിൾ ആവാം. അത് ശരിയാണ്, പോസിബിൾ ആവാം. ഇത് ഗ്രേപ്സ് ആർ ഓറഞ്ച് നേരെ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ അത് തെറ്റാണ് കേട്ടോ. അത് തെറ്റാണ്. ഇനി ഇതാ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി. ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കുറച്ച് 4 സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കിയൊക്കെ ചെയ്യാൻ പറ്റും. ഓൺലി ടേബിൾ ഈസ് ചെയർ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഓൺലി ടേബിൾ ഈസ് ചെയർ. ഓൾ ചെയർസ് ഈസ് എ ടേബിൾ. ഗുഡ്. അതെ. അപ്പൊ അത് മാറ്റിയിരിക്കാം. ഓൾ ചെയർസ് എ ടേബിൾ. അതെ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഓൾ ചെയർ ആർ ഫർണിച്ചർ. എല്ലാ ചെയറും ഫർണിച്ചർ ആണ്. അതെ ഫർണിച്ചർ. അല്ല അത് ഇപ്പൊ സ്റ്റേറ്റ്മെന്റാ പറയുന്നത്. മനസ്സിലായല്ലോ ഞാൻ ചോദിച്ചത്. അതെ അത് തന്നെ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഓൺലി എ ഫ്യൂ ഫർണിച്ചർ ഈസ് വുഡ്. Only a few furniture is wood. അതായത് ഫർണിച്ചർ കുറച്ച്. ഓൺലി എ ഫ്യൂ എന്ന് പറഞ്ഞാൽ അതാ നേരത്തെ പറഞ്ഞ നമ്മള് ഫിക്സ് ആണത് കേട്ടോ. ചെറുത്, അതായത് കുറച്ച് ഭാഗം മാത്രം ഫർണിച്ചർ. ഫർണിച്ചർ ആണ് വുഡ് ഫർണിച്ചർ ആണെന്ന് മനസ്സിലാക്കരുത് കേട്ടോ. തിരിച്ച് പറയരുത്. തിരിച്ച് തെറ്റാണ്. അല്ല അത് ഫ്യൂ എന്താ പറഞ്ഞ ഇപ്പൊ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഫ്യൂ ഫർണിച്ചർ ഈസ് വുഡ്.
വുഡ്. ഫ്യൂ ഫർണിച്ചർ ഓൺലി പറയുന്നില്ലല്ലോ അല്ലെ? ഓക്കെ. ഉണ്ട്, ഓൺലി അല്ലല്ല, ഓൺലി few. few furniture അല്ല, അന്നേരം അത് ഓൺലി ഉണ്ട്. ഓൺലി ഉണ്ട്. അപ്പൊ അത് തിരിച്ചു പറയേണ്ട ആവശ്യമില്ല അന്നേരം. only ഉണ്ട്. അതായത് ഓൺലി ബട്ട് ഫ്യൂ വുഡ് ആർ ഫർണിച്ചർ എന്ന് പറയണ്ട. ഇല്ല, ഇത് മാത്രമല്ല സ്റ്റേറ്റ്മെന്റ്. അല്ലല്ല. അതായത് ഇത് സ്റ്റേറ്റ്മെന്റ് ഓൺലി എ ഫ്യൂ ഫർണിച്ചർ ഇസ് വുഡ്. ഓൺലി എ ഫ്യൂ ഫർണിച്ചർ ഇസ് വുഡ് എന്ന് പറയുമ്പോൾ പിന്നെ കുറച്ച് ഫർണിച്ചർ വുഡിലുണ്ട് എന്നാണ് അർത്ഥം വരുന്നത്. കുറച്ച് മാത്രമേ ഉള്ളൂ, കുറച്ച് മാത്രമേ ഉള്ളൂ വുഡില് ഫർണിച്ചർ. അത് അധികവും ഇല്ല, കുറവും ഇല്ലാണ്ടില്ല, കുറച്ച് മാത്രം. ഓൺലി എ ഫ്യൂ. അതിന് ഫർണിച്ചർ ആണ് വുഡില് കുറച്ചുള്ളത് കേട്ടോ. അത് വുഡ് ഫർണിച്ചറെ കുറച്ചുള്ളൂ എന്നുള്ള അർത്ഥം ഇല്ല. തിരിച്ച് പറയാൻ നോക്കരുത് അങ്ങനെ. പക്ഷെ അല്ല, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ അങ്ങനെ പറഞ്ഞില്ല, അതുകൊണ്ട് ചോദിച്ചാ ഓൺലി. അതെ. ഞാൻ കുറച്ചു നേരത്തെ പറഞ്ഞില്ലേ ഓൺലി എ ഫ്യൂവിന്റെ പറ്റി. അതേ ഇത് തന്നെയാണ് ഇവിടെ വരുന്നത്. ഞാൻ കൺക്ലൂഷൻ വരുമ്പോ നമുക്ക് നോക്കാം എങ്ങനെയാണ് അതിന്റെ ബന്ധപ്പെടുത്തുന്നത്. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഫ്യൂ വുഡ് ആർ ട്രീ. ഫ്യൂ വുഡ്, ഫ്യൂ എന്ന് പറഞ്ഞാൽ സം തന്നെ. സം വുഡ് ആർ ട്രീ. ഇപ്പം കൺക്ലൂഷൻ നോക്കാം. ഒന്നും കൂടി വായിക്കും മൊത്തമായിട്ട് സ്റ്റേറ്റ്മെന്റ്. വായിച്ചു തരാം. ഓൺലി ടേബിൾ ഈസ് ചെയർ. ഓൾ ചെയർസ് ആർ ഫർണിച്ചർ. ഓൺലി എ ഫ്യൂ ഫർണിച്ചർ ഈസ് വുഡ്. ഫ്യൂ വുഡ് ആർ ട്രീ. ഉണ്ട് മോനെ, അമ്മ ഇപ്പൊ വരും കേട്ടോ. ഒരു മിനിറ്റ്, സോറി കേട്ടോ. കൺക്ലൂഷൻ, ഫസ്റ്റ് കൺക്ലൂഷൻ, സം ഫർണിച്ചർ ആർ ടേബിൾ. സം ഫർണിച്ചർ ആർ ടേബിൾ. ഈ സ്റ്റേറ്റ്മെന്റ് കുറെ വരുമ്പോ ബുദ്ധിമുട്ടാണ് അല്ലേ? ഓർത്തിരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഫർണിച്ചർ ആർ ടേബിൾ. തെറ്റായിരിക്കൂലേ? ഓൾ ചെയർ ആർ ടേബിൾ. ഫർണിച്ചർ ആർ ടേബിൾ എന്നല്ലേ പറയുന്നത്? ഒരു മിനിറ്റ്, ഓൾ ചെയർ ടേബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നിട്ട് പിന്നെ എന്താ പറഞ്ഞത്? ഓൾ ചെയർ ഫർണിച്ചർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾ ചെയർ ഫർണിച്ചർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നേരത്തെ ഞാനൊരു ഗ്ലാസിന്റെ പറഞ്ഞില്ലേ, അതായത് ചെയറിന്റെ ഉള്ളില് അപ്പൊ അതായത് ഓൾ ഫസ്റ്റത്തെ ഓൺലി ടേബിൾ ഈസ് ചെയർ എന്ന് പറയുന്നത് ഓൾ ചെയർ ഈസ് ടേബിൾ ആണ്. അപ്പൊ ചെയറിന്റെ അതായത് ചെയർ ടേബിളിൽ ഉൾപ്പെടുന്നുണ്ട് അല്ലെ? എല്ലാ ചെയറും ടേബിൾ ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഓൾ ചെയർ ഫർണിച്ചർ അല്ലെ? അപ്പൊ ചെയറും ഫർണിച്ചറാണ് ഉള്ളിൽ ഉൾപ്പെടുന്നു. അപ്പൊ സം ഫർണിച്ചറും ടേബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ശരിയാ, രണ്ടും നമ്മൾ ഫർണിച്ചർ ആയിട്ട്, ചെയറും ഫർണിച്ചർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ടേബിളും ഫർണിച്ചർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുറച്ച് അതിൽ ഉൾപ്പെടുത്തു. ഉള്ളിലാണെങ്കിലും ആ ടേബിളും കുറച്ച് ഭാഗം എന്തായാലും ഫർണിച്ചറും ടേബിളും ഉണ്ടാവും. അപ്പൊ അത് ട്രൂ ആണ് കേട്ടോ. അത് നമുക്ക് എടുക്കാം, ഫോളോ ചെയ്യാം. രണ്ടാമത്തത് ഓൾ ടേബിൾ ആർ ചെയർ ഇസ് എ പോസിബിലിറ്റി. അവിടെ ഒരു പോസിബിലിറ്റി പറയുന്നുണ്ട്. ഏതാന്ന് വെച്ചാല് എല്ലാ ടേബിളും ചെയർ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നാണ് ഇവിടെ കൺക്ലൂഷൻ പറയുന്നത്. അത് ശരിയാണോ? ഇല്ലല്ലോ, ഇല്ല. അതായത് ഓൾ ചെയർ ആണ് ടേബിൾ എന്ന് പറഞ്ഞത്. അതൊരിക്കലും ഓൾ ടേബിൾ ചെയറിൽ വരില്ല, ഇങ്ങോട്ട് തല വിൽക്കാൻ പറ്റില്ല. അതിന് പകരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റൂ. എന്താ വെച്ചാല് ടേബിളിൽ കുറച്ച് ചെയർ ഉണ്ടാവും, ചെയറിൽ കുറച്ച് അങ്ങനെ വരാം. പക്ഷെ ഓൾ ചെയർ ടേബിൾ ആണെന്ന് പറഞ്ഞെടുത്ത് ഓൾ ടേബിൾ ചെയർ ആണെന്ന് പറയാൻ പറ്റില്ല.
ആ പോസിബിലിറ്റി പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു ചാൻസ് ഇല്ല. അപ്പൊ അത് സം ടേബിൾ ആർ ചെയർ എന്ന് പറയാൻ പറ്റും. പറയാൻ പറ്റും. സം ടേബിൾ ആർ ചെയർ എന്ന് പറയാൻ പറ്റും. അങ്ങനെ അത് പറയാൻ പറ്റും. ഏതാ മിസ് ഏതാ ആദ്യം ഇപ്പൊ എന്താ ചോദിച്ചേ? സം ടേബിൾ ആർ ചെയർ എന്ന് പറയും. ഓക്കെ അങ്ങനെ പറയാൻ പറ്റും. അതായത് ഓൾ ചെയർ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഓൾ ചെയർ ആർ ടേബിൾ എന്ന് വിചാരിക്കാം. അപ്പൊ അത് ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്താ കാണാൻ പറ്റുന്ന വെച്ചാൽ സം എല്ലാ ചെയറും ടേബിളിൽ ഉൾപ്പെട്ടു എന്നാണ്. അപ്പൊ സമ്മ് വരുമ്പോ അത് ശരിയാണ്. സം ചെയർ ആർ ടേബിൾ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. സം ടേബിൾ ആർ ചെയർ എന്ന് പറയുന്നതും കറക്റ്റ് ആണ്. പക്ഷെ ഓൾ ചെയർ ടേബിൾ ആണ്, പിന്നെ ഓൾ ടേബിൾ ചെയർ ആണ് നമുക്ക് അങ്ങനെ തിരിച്ച് പറയാൻ പറ്റില്ല. അതാണ് അത് രണ്ട്. പിന്നെ മൂന്നാമത്തെ ഒരു കൺക്ലൂഷൻ ആണ് സം വുഡ് ആർ ചെയർ. ഓൾ സം ഫർണിച്ചർ ഈസ് വുഡ് എന്നല്ലേ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഉള്ളത്? അപ്പൊ സം വുഡ് ചെയറാന്ന് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ഇപ്പൊ വുഡിന്റെ കാര്യം പറഞ്ഞത് എന്താ വെച്ചാൽ ഓൺലി എ ഫ്യൂ ഫർണിച്ചർ വുഡ് ആണെന്നാണ് പറഞ്ഞത്. പിന്നെ സം വുഡ് ആർ ട്രീ എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ് ലാസ്റ്റിലൊന്നും പറഞ്ഞത് സം വുഡ് ആർ ട്രീ അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ ഇതിൽ കൺക്ലൂഷനിൽ സം വുഡ് ആർ ചെയർ എന്നാണ്. അത് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ഇല്ല പറയാൻ പറ്റില്ല. ഇനി നടന്ന ഓൾ വുഡ് ബീങ് ഫർണിച്ചർ ഈസ് എ പോസിബിലിറ്റി. ഇല്ല വരില്ല. ടേബിളും ഫർണിച്ചറിൽ വരുന്നുണ്ടല്ലോ, അപ്പൊ വരില്ലല്ലോ. ഫർണിച്ചർ വുഡാന്ന് പറയുന്നില്ല. അതായത് വുഡും ട്രീയും സം ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ പറഞ്ഞ ഓൺലി എ ഫ്യൂ ഫർണിച്ചർ ഇസ് വുഡ്. അതായത് സം ഫർണിച്ചർ എന്തായാലും വുഡാണ്, എന്തായാലും വുഡിലാണ്. പക്ഷെ തിരിച്ച് വുഡ് ബീങ് ഫർണിച്ചർ ഈസ് എ പോസിബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ആ പോസിബിലിറ്റി പറയാൻ പറ്റും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ വുഡിന്റെ എക്സാക്ട് പറയുന്നില്ല. അതായത് ഫർണിച്ചർ വുഡില് ഫർണിച്ചർ കുറച്ച് മാത്രമേ ഉള്ളൂ എന്ന് എക്സാക്ട് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വുഡ് എത്രത്തോളം ഇപ്പൊ ടേബിളിലാണോ അല്ലെ ഫർണിച്ചറിലാണോ എത്രത്തോളം വ്യാപിച്ചിരിക്കുന്നുണ്ട് എന്ന് നമുക്ക് എക്സാക്ട് പറഞ്ഞില്ല. അപ്പൊ അത് ആവാനുള്ള ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ട് കേട്ടോ. അല്ല പക്ഷെ ഇവിടെ ഓൾ എന്നല്ലായിരുന്നു ചോദിച്ചത്. അതായത് അതെ ഓൾ വുഡ് ഞാൻ പറഞ്ഞ അങ്ങനെ. അതായത് പിന്നെ ഓൾ ചെയർ ആർ സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്. ഓൾ ചെയർ ആർ ഫർണിച്ചർ, എല്ലാ ചെയറും ഫർണിച്ചർ ആണ്. പിന്നെ പറയുന്നത് ഓൺലി എ ഫ്യൂ ഫർണിച്ചർ ഇസ് വുഡ്. ആ ഫർണിച്ചറിൽ കുറച്ച് ഭാഗം എക്സാക്ട് ആയിട്ട് വുഡ് ആണ് അല്ലേ? അപ്പൊ ഓൾ വുഡ് എല്ലാ വുഡും ഫർണിച്ചർ, അതായത് വുഡ് ഉള്ളിൽ ഫർണിച്ചറിന്റെ ഉള്ളിലും വരാൻ പറ്റും. എന്താ വെച്ചാല് പിന്നെ അതിലും എല്ലാ വുഡും അതാ. അപ്പൊ നമുക്ക് സം ഫർണിച്ചർ വുഡ് എന്ന് പറയാൻ പറ്റും. എന്താ വെച്ചാ പറയാം, പക്ഷെ ഓൾ ഫർണിച്ചർ വുഡ് എന്ന് പറയാൻ പറ്റും. പോസിബിലിറ്റിയാ പറയുന്നത്, സാധ്യത. അങ്ങനെ ഒരു സാധ്യത ഉണ്ട്. പിന്നെ അതായത് ഇപ്പൊ ഫർണിച്ചർ ഇത് പറയുമ്പോ അടുത്തൊരു കൺക്ലൂഷൻ വരുന്നുണ്ട്, ഓൾ ഫർണിച്ചർ ബീയിങ് വുഡ് ഈസ് എ പോസിബിലിറ്റി. അത് നമുക്ക് തെറ്റാണ്. അത് അങ്ങനെ പറയാൻ പറ്റില്ല. ഒരിക്കലും പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ എന്ന് പറഞ്ഞതിനെ കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷെ തിരിച്ച് വുഡിന്റെ കാര്യത്തില് വുഡ് ഫർണിച്ചർ എല്ലാം ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ എങ്ങനെ വേണമെങ്കിൽ ഇതിന്റെ ഡയഗ്രാം നമ്മൾ വിചാരിക്കൂ അത് ഇതിൽ ഉൾപ്പെടുവോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് നമ്മൾ അത് മാത്രം നോക്കിയാൽ മതി. ഫർണിച്ചർ ഈസ് വുഡ് എന്ന് കറക്റ്റ് ആയിട്ട് ഓൺലി ഫ്യൂ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ഫർണിച്ചർ ബീയിങ് വുഡ് അതുപോലെ തന്നെ പോസിബിലിറ്റി ആണ് പറഞ്ഞിട്ടേ മാത്രം അത് ഫോൾസ് ആണെന്ന് പറഞ്ഞാൽ മതി. ബാക്കി വുഡ് തിരിച്ചു പറയുകയാണെങ്കിൽ അത് ട്രൂ തന്നെയാണ്. വരാം ഓളായാലും സമ്മായാലും എല്ലാ വുഡും അല്ലെ കുറച്ച് വുഡും
ആണ് ബീയിങ് ഫർണിച്ചർ ഇസ് എ പോസിബിലിറ്റി. അത് വരാം കേട്ടോ, പോസിബിലിറ്റി വരാം. പോസിബിലിറ്റി പറഞ്ഞില്ലേ നമുക്ക് അത് പറയാൻ പറ്റില്ല, അപ്പൊ അത് തെറ്റാണ്. ഇപ്പൊ ഒരു പോസിബിലിറ്റി ഉണ്ട്. അത് നമുക്ക് ശരി. അതുപോലെ തന്നെ ഓൾ വുഡ് ബീയിങ് ട്രീ ഇസ് എ പോസിബിലിറ്റി. അടുത്തൊരു കൺക്ലൂഷൻ ആണ് ബീയിങ് ട്രീ ഇസ് എ പോസിബിലിറ്റി. അത് വരും. അപ്പൊ അതായത് വുഡും ട്രീയും അവിടെ സമൂഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ചിലപ്പോ എല്ലാ വുഡും ട്രീയില് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഏകദേശം ഇതിന്റെ പിന്നെ ക്വസ്റ്റ്യൻ വരാൻ ഉള്ള ഒരു ചാൻസ്. ഇങ്ങനെ കുറെ വരുമ്പോ നിങ്ങൾക്ക് അത് ഓർത്ത് വെക്കാൻ ഇതാക്കാൻ ടൈം ഏറ്റവും പ്രശ്നം. അങ്ങനെ കുറെ നേരം അതെ ശരിയാണ്. പക്ഷെ ഒത്തിരി പ്രാക്ടീസ് ചെയ്തൊക്കെ കിട്ടും. കാരണം നമ്മൾ ഏകദേശം ഒരു ഐഡിയ കിട്ടില്ല കുറെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ. അതെ അതെ, കുറെ ഇങ്ങനെ അതിന്റെ ആ ക്വസ്റ്റ്യനും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മൾ കുറെ എക്സാമ്പിൾ ഇങ്ങനെ കാണുമ്പേ അത് പെട്ടെന്ന് ഇപ്പൊ കുറച്ചൊക്കെ പോസിബിലിറ്റി നമുക്ക് ഇപ്പൊ പോസിബിലിറ്റി എന്ന് വന്നാല് അത് ചിലപ്പോ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോ ഓൺലി ഫ്യൂ വരുമ്പോ അത് ഫോൾസ് ആണെന്നൊക്കെ ഉള്ള ഒരു ഉറപ്പ് വരുന്നില്ലേ. പിന്നെ എന്താ സം എന്ന് പറയും ചിലത് ഇപ്പൊ ഐദർ ഓർ ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടല്ലേ. അതായത് പിന്നെ സം എ ആർ ബിയും നോ എ ആർ ബിയും വന്നാൽ ഐദർ ഓർ ആയിരിക്കും ആൻസർ വരിക. ഒരേ സ്റ്റേറ്റ്മെന്റിൽ ഒരേപോലെ. നേരത്തെ പറഞ്ഞില്ലേ സം എസ് ആർ ബി പിന്നെ നോ എസ് ആർ ബി എന്ന് കൺക്ലൂഷനിൽ വന്നെങ്കിൽ രണ്ടെണ്ണം വരികയാണെങ്കിൽ അത് രണ്ടും ഐദർ ഫസ്റ്റ് ഓർ പിന്നെ ഫസ്റ്റ് ഓർ സെക്കൻഡ് ഫോളോസ് ഏതേ ഒന്ന് ഫോളോ ചെയ്യുന്നതാണ്. അതൊക്കെ വേഗം അങ്ങനെ വരികയാണെങ്കിൽ പെട്ടെന്ന് അതേ എ ബി എന്നുള്ളടുത്ത് എന്തും ആവാലോ. ഒരേ ഇത് തന്നെ പിന്നെ താഴെ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഇതിൽ കൺക്ലൂഷനായിട്ട് വരികയാണെങ്കിൽ അത് ഐദർ ഓർ വരാം. പിന്നെ ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് പരിചയമാവണം. അങ്ങനെ ഒരു കുറച്ചൊരു ഇപ്പൊ എല്ലാത്തിനും ആ ഒരു മനസ്സിലേക്ക് എടുക്കാൻ അങ്ങനെ പറ്റുകയാണെങ്കിൽ അപ്പൊ നമുക്ക് കുറച്ച് വേഗം തന്നെ അത് മനസ്സിലേക്ക് എടുക്കാൻ പറ്റുമായിരിക്കും. ഇതിന് എക്സാമ്പിൾ ഒക്കെ കുറച്ച് അങ്ങനെ കയ്യിൽ ആർക്ക് ഉണ്ടാവുക ലിങ്ക് തരണം വേണ്ടിട്ട്. മിസ് ഗ്രൂപ്പിൽ ഇടായിരിക്കും നല്ലത്. ഞാൻ ഗ്രൂപ്പിൽ ഇട്ടാ മതി. കുറെ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സിന്റെ ഉള്ള ഒരു ഇത് ഇടാം. അത് ഇട്ടാലും അങ്ങനെ അത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. അത് വായിക്കാൻ പറ്റുമോ? ആയിക്കോട്ടെ. എന്നാ ഞാൻ അത് അതിനിപ്പോ കുറെ ഇങ്ങനെ എക്സാമ്പിൾസ് ഉള്ള കുറെ ഇടുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു ടോപ്പിക് നമ്മൾ കവർ ചെയ്തു. ബാങ്കിങ്ങിന്റെ പല സെഷൻ ഇങ്ങനത്തെ ഈ ഇതിലെ ഈ ബ്ലഡ് റിലേഷനിലും ഈ റീസണിങ് ടോപ്പിക് വരുമ്പേ നമ്മൾ ഈസി ആയിട്ടുള്ള ഓരോ നമുക്ക് ഇങ്ങനെ ഞങ്ങളാണെങ്കിൽ ഓരോ എഴുതി വെക്കുന്നൊക്കെ ഉണ്ട് ഇങ്ങനെ ട്രിക്ക് വേഗം കിട്ടാൻ വേണ്ടിട്ടുള്ള. പിന്നെ ശരിയാ വരയ്ക്കുമ്പോ കുറച്ചുകൂടി വരയ്ക്കുമ്പോ വളരെ ഈസി. അത് ഇത് വേഗം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ഏരിയയാണ്. എല്ലപ്പം വരും ഷുവർ ആയിട്ട് വരുന്ന ഒരു ഏരിയ സിലോജിസം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു 5 മാർക്ക് നമുക്ക് എന്തായാലും കിട്ടും. ഫ്രണ്ട്സ് പഠിപ്പിക്കുമ്പോഴാണ് കുറെ വളയൊക്കെ ഇവിടെ വെച്ചിട്ടാണ് എന്നെ പഠിപ്പിക്കാറുണ്ട് ഫ്രണ്ട്സ്. ഇങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആക്കിയ 2 അങ്ങനെയാണ് വെൻ ഡയഗ്രാം വരയ്ക്കുക. അതായത് 2 മനസ്സിലാക്കി നമുക്ക് എളുപ്പമാണ് പിന്നെ കിട്ടാനായിട്ട്. അത് പറഞ്ഞ് ഹെൽപ്പ് ചെയ്യാനുണ്ടാവണം അല്ലേ. അതാണിപ്പ ഒരു പ്രശ്നം. ഇപ്പൊ എനിക്കൊക്കെ സിലോജിസ് ഒക്കെ ഈസി ഏരിയ വേഗം ക്യാച്ച് ചെയ്ത് എന്തായാലും അതിനൊരു അങ്ങനെ 5 മാർക്ക് കിട്ടുന്ന ഒരു രീതിയാണ്. എന്തായാലും പറ്റുമോ നോക്ക്. ഇങ്ങനെ വളവെച്ച് പറഞ്ഞതിനോട്ട് ചെയ്യാൻ വെൻ ഡയഗ്രാം 2 വട്ടം വരഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ് സർക്കിള്. ഈ പ്രോബബിലിറ്റി ഒക്കെ പഠിക്കുമ്പോ കൂടുതലാണ് യൂണിയൻ എ യൂണിയൻ ബി ഒക്കെ പറയുമ്പോ എങ്ങനെ ക്ലാസ്സിലെ ഫ്രണ്ട്സ് അങ്ങനെയാണല്ലേ എടുക്കല. അതെ അതുപോലെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ ഇതായിരുന്നു. പക്ഷെ ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കി തരണം അല്ലെ, എന്നാലല്ലേ അത് കാണിച്ചു തരണ്ടേ. അല്ല കാണിച്ചു തരാന്ന് വെച്ചാൽ അത് വളയിട്ടിട്ട് പറഞ്ഞു തരണ്ടേ എങ്ങനെയാണ്. എല്ലാത്തിനും ഉണ്ട്. ഇത് സിലോജിസിന് മാത്രല്ല ഈ ബാങ്ക് എക്സാമിന്റെ ഒരു പ്രത്യേകതയാണ്. നമ്മളിപ്പോ ഏത് ബാങ്ക് ഇപ്പൊ മാത്സ് ആണെങ്കിലും അല്ല ഇതുപോലുള്ള ഏത് ചോദ്യങ്ങളായാലും ഇത്തരത്തിലൊരു പ്രശ്നമുണ്ട്. നമുക്കത്
മെന്റലി ചെയ്യാന്നുള്ളത്. മാത്സിൽ ഇങ്ങനെ ഫോർമുലയൊക്കെ വെച്ച് അങ്ങനെ വേഗം മനസ്സിലാവും അത്. മാത്സിന്റെ ഫോർമുല പഠിച്ചാൽ പഠിക്കേണ്ടി വരും. എന്നാ പിന്നെ അത് സോൾവ് ചെയ്യാതെ പിന്നെ ആ രീതി സോൾവ് ചെയ്യേണ്ടി വരും. അത്രേ പറ്റൂന്നാ തോന്നുന്നു. ഇംഗ്ലീഷോ പിന്നെ ആകെ നമുക്ക് കുറച്ച് ചെയ്യാൻ പറ്റും ഇംഗ്ലീഷാണ്. അങ്ങനെ വലിയൊരു അത് പഠിച്ച് എടുത്താൽ മതിയല്ലോ അല്ലെ? ഇംഗ്ലീഷ് നമുക്ക് വലിയ സീൻ ഉണ്ടാവില്ല. ഇംഗ്ലീഷ് അത് ചെയ്യുന്നുണ്ട്. അല്ല അത് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ പൊതുവെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് പിന്നെയും പറ്റും. റീസണിങ് ഇങ്ങനത്തെ സാധനം ശരിക്കും വായിപ്പിക്കേണ്ടി വരും. അതാണ് ഇംഗ്ലീഷിന്റെ പ്രശ്നം വരുന്നത്. ആയിപ്പോയി. അവസാനം കുറച്ച് സമയം ഇനി കുറച്ചൊക്കെ അല്ലേ ഉള്ളൂ ദിവസം. എന്നാലും മാക്സിമം അത് കുറെയൊക്കെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ട് കുറെ ഇങ്ങനെ കേട്ട് അതിന്റെ ഒരു ചെയ്തു നോക്കി അതിന്റെ ഐഡിയ മനസ്സിലാക്കി കുറച്ച് നമ്മളൊരു പരിചിതമായാല് കുറച്ചുകൂടി ഈസി ആയിരിക്കും. കുറെ പ്രാക്ടീസ് അതാണ്. അപ്പൊ ആദ്യമേ നമ്മൾ കുറച്ചുകൂടി മുന്നേ തുടങ്ങുക വെച്ചാൽ അതിൽ തന്നെ കുറെ ഇങ്ങനെ ഒരേ എക്സാമ്പിളൊക്കെ ആയിട്ട് കുറെയൊക്കെ ചെയ്ത് നോക്കായിരുന്നു. എന്തായാലും കുറെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സ് ഒക്കെ ഞാൻ ഇട്ട് തരാം ഗ്രൂപ്പില്. ചെയ്യാൻ പറ്റുമെന്ന്. അതിന് പരിചയം കുറെയൊക്കെ ഒരേപോലത്തെ ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ അധികം ഇങ്ങനെ തന്നെ ആയിരിക്കും വരിക. അപ്പൊ നമുക്ക് പിന്നെ പെട്ടെന്ന് തന്നെ ആൻസർ ഇപ്പൊ കൺക്ലൂഷൻ ഇങ്ങനെയൊക്കെ ഓരോ ആൻസേഴ്സ് വരുന്ന പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അത് വേഗം എഴുതാൻ പറ്റും. ഇങ്ങനത്തെ ഓരോ ആൻസേഴ്സ് മറ്റേത് അധികം കോംപ്ലിക്കേഷൻസ് ഒന്നും വരാൻ 2-3 എണ്ണമൊക്കെ ഉള്ള ഒരുപാട് കൺക്ലൂഷൻ ഓർത്ത് വെക്കാൻ കുറച്ചൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ഉണ്ടെങ്കിൽ എഴുതുന്നത് നല്ലതാണ്. ഇനിയിപ്പോ പസിൽസ് ഒക്കെ വരുമ്പോ ഇപ്പൊ എങ്ങനെയാ? അപ്പം നമ്മളിപ്പോ ഇതിലൊക്കെ വരുന്നുണ്ട് അതെ, പസിൽസ് ഒക്കെയാണ് ബുദ്ധിമുട്ട്. അതിപ്പോ ഈ സിറ്റിംഗ് അറേഞ്ച്മെന്റ് എന്നുള്ള സാധനം ഉണ്ടല്ലോ, അത് അതിന്റെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കുറെ ഈ പറയുന്ന പോലെ കുറെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവില്ല, താഴെ ഇങ്ങനെ ഉണ്ട്. അപ്പൊ നമ്മളത് മൈൻഡില് പിന്നെ അറേഞ്ച് ചെയ്യാന്നുള്ളത് വളരെ, അത് സാധാരണക്കാർക്ക് തന്നെ അത് എഴുതി ചെയ്യാന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള സമയം പിടിക്കും. അത് തന്നെ എഴുതാനും പസിൽസിലൊക്കെ. അല്ല, അതിനുള്ള സ്ക്രൈബിന്റെ ഒരു അസിസ്റ്റൻസ് എന്തായാലും വേണം എന്നുള്ളതാണ് ഈ എക്സാമിന്റെ ഒരു പ്രത്യേകത. എഴുതുമ്പോ സ്ക്രൈബിന് അപ്പൊ അങ്ങനെ സഹായിക്കാൻ പറ്റുമോ? അവര് സ്ക്രൈബ് സഹായിക്കുമെന്ന് വെച്ചാല് സാധാരണഗതിക്ക് സഹായിക്കാറുണ്ട്. കാരണം ഇങ്ങനത്തെ എക്സാം അല്ലാണ്ട് ക്ലിയർ ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ് സംഭവം ബേസിക്കലി. സ്ക്രൈബിനെ നമുക്ക് നമ്മുടെ താല്പര്യം അങ്ങനെയാ കൊണ്ടുപോവുക. സ്ക്രൈബിനെ നമ്മളെ എക്സ്പെൻസിൽ നമുക്ക് വെക്കാം. സ്ക്രൈബിന് നമ്മൾ വെക്കണം എന്നാണ് അവര് പറയുന്നത്. അത് അവര് ഇത് ബാങ്ക് ഇതിനൊക്കെ അറിയുന്നവരെ അങ്ങനെ ഉണ്ടോ? അവര് ക്വാളിഫൈ ആരായാലും കുഴപ്പമില്ല. ഇപ്പം അങ്ങനെ ആരായാലും പ്രശ്നമില്ല എന്നുള്ളതാണ് നിയമം. സ്ക്രൈബിനെ കൊണ്ടുപോകും. അതുകൊണ്ട് നമ്മളെ കട്ട് ഓഫ്, അതുകൊണ്ട് നമ്മളെ കാണുന്നവരായിരിക്കില്ല. അതെ, അല്ല അതുകൊണ്ട് ഈ VI കട്ട് ഓഫ് എപ്പോഴും നല്ല കട്ട് ഓഫ് ഉണ്ടാവും. VIക്ക് നല്ല കട്ട് ഓഫ് വരും സാധാരണഗതിക്ക്. അത് സ്ക്രൈബിന്റെ ഒരു കോമ്പറ്റൻസി. ക്ലാസ് നമുക്ക് ഇനി അവസാനിപ്പിക്കാം. ഇനിയിപ്പോ കുറെ സമയമായി. ഇനിയിപ്പോ ഏതായാലും സമയം ഒരുപാടായി. ബാക്കി കുറച്ച് പേര് മിണ്ടാതിരിക്കുന്നുണ്ട്. അവർക്കെല്ലാം മനസ്സിലാവുന്നുണ്ടോന്നൊന്നും. അതെ, അത് ആരും ഒന്നും പറഞ്ഞില്ല. ഞാനിങ്ങനെ കുറച്ചാൾ പറയുന്നതിനൊണ്ടാവുന്നു. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ പറയാ? സുചിത്ര ഇവരൊക്കെ തന്നെ സംസാരിക്കുന്നുള്ളൂ. ബാക്കി ആരും ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. മനസ്സിലായിട്ടുണ്ടോ എല്ലാവർക്കും? അതെ, കുറെ പേരുണ്ട് റെസ്പോണ്ട് ചെയ്യാത്തത്. അതുകൊണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗ്രൂപ്പില് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അപ്പൊ അതില് പറഞ്ഞാലും മതി. അതെ, വാട്സാപ്പ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ചോദിക്കാം. ക്ലാരിഫൈ ചെയ്യാനുണ്ടെങ്കിൽ. നമ്മുടെ 3 ടീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ അവര് 3 പേരും നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. ഒന്ന് ഇപ്പൊ നിമിഷ മാഡം, പിന്നെ ഒരു ഐശ്വര്യ എന്ന് പറഞ്ഞിട്ട് ഒരു ടീച്ചർ ഉണ്ട്, പിന്നെ മാലിനി ടീച്ചർ. ഈ 3 പേരും നമ്മുടെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി ഇവിടെ വരുന്ന ബാക്കി സംശയങ്ങള് അവിടെ ഗ്രൂപ്പിൽ ചോദിച്ചാൽ ടീച്ചേഴ്സ് അവര് റിപ്ലൈ അവിടെ ഇട്ട് തരും കേട്ടോ. ഓക്കെ, പിന്നെ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ആയിക്കോട്ടെ. താങ്ക് യു.
ഓ ശരി, എല്ലാവർക്കും താങ്ക് യു. ഞാൻ ലിങ്ക് ഇടുന്നുണ്ട് കേട്ടോ, സിലബസിന് കുറെ ക്വസ്റ്റ്യൻസ് ഇടുന്നുണ്ട്. ശരി. ശരി. ഓ ഓക്കെ ഓക്കെ ഓക്കെ